വചനത്തിലേക്ക് നോക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഒരു വാക്ക് കണ്ണടച്ച് പ്രാർത്ഥിക്കാം. സ്നേഹം പിതാവേ, യേശുവേ, അവിടുന്ന് നിറഞ്ഞ സാന്നിധ്യത്തിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. ഞങ്ങളോട് സംസാരിക്കുവാൻ അവിടുന്ന് വലിയ ബന്ധുന്ന ഹൃദയത്തോടായിരിക്കുന്നവർക്ക് ഞങ്ങളെങ്ങനെ സ്തുതിക്കുന്ന കർത്താവേ, ഞങ്ങൾക്ക് കേൾക്കുവാൻ ആഗ്രഹമുള്ളതിലും ഞങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ദൈവം, ഇത്ര നല്ല ദൈവത്തെ കർത്താവെ ഞങ്ങൾക്ക് കണ്ടെത്തുവാൻ അവിടുന്ന് ഇടയാക്കിയല്ലോ. നന്ദി കർത്താവെ, നന്ദി. യേശുവേ, അവിടുന്ന് അരുളി ചെയ്യണം, ഞങ്ങളുടെ ജീവിതങ്ങളെ സ്പർശിക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ. ആത്മാവിന്റെ ദാരിദ്ര്യത്തോടെ ഏറ്റവും ആവശ്യക്കാരിയായിട്ട് കർത്താവെ ഞങ്ങൾ കാണപ്പെടട്ടെ. കർത്താവെ, ആ ഒരു രക്തസ്രാവക്കാരി അവളായിരുന്നു ആ കൂട്ടത്തിൽ ഏറ്റവും ആവശ്യക്കാരി. അവള് ആ വലിയ ആ കൂട്ടത്തിന്റെ തിരക്കിനിടയിൽ ഒന്നും വകവയ്ക്കാതെ തന്റെ ക്ഷീണമോ തന്നൊരു സ്ത്രീ ആയിരിക്കും എന്നുള്ളൊരു കാര്യമോ തന്റെ ശരീരം എത്ര ബലഹീനമായിരിക്കുന്നു എന്നുള്ള കാര്യമോ ഒന്നും കണക്കിടാതെ അവള് ആൾക്കൂട്ടത്തിനിടയിൽ ആരെങ്കിലും എന്നെ ചവിട്ടി വീഴ്ത്തുവോ, പിന്നെ ആരെങ്കിലും ട്രാവൽ ഉണ്ടോ ഫ്രൂട്ട് ചെയ്യുമോ, പിന്നെ ആരെങ്കിലും ചവിട്ടി മുറിച്ച് പോകുമോ ഒന്നും ഭയപ്പെടാതെ അവള് തന്റെ നാഥന്റെ അരികിലേക്ക് ഒന്ന് തൊട്ടതുപോലെ, കർത്താവെ അവിടുത്തെ വസ്ത്രത്തിന് തൊങ്ങൽ തൊട്ടതുപോലെ ഞങ്ങളും കർത്താവെ അങ്ങേ സ്പർശിക്കട്ടെ. വിശ്വാസത്തോടെ അങ്ങിൽ നിന്ന് ശക്തി ഞങ്ങളിലേക്ക് പുറപ്പെട്ടു വരണമേ, ഞങ്ങളെ സൗഖ്യമാക്കണമേ, ഞങ്ങളോട് സംസാരിക്കണമേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനയുടെ ഉത്സുകിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിൽ നമുക്ക് വളരെ പരിചയമുള്ള ഒരു വചനഭാഗം, രണ്ടാമത്തെ കൽപ്പനയെ കുറിച്ച് പറയാമെന്ന ഞാൻ ആഗ്രഹിക്കുന്നത്. അതായത് ഏറ്റവും വലിയ കൽപ്പനയെ കുറിച്ച് നമ്മൾ സാധാരണ ഇപ്പോഴും മിക്ക മീറ്റിങ്ങുകളിലും നമ്മള് പറയുന്നത്, അപ്പൊ നമ്മൾ ഇംബാലൻസ്ഡ് ആയി പോകരുതല്ലോ. അതായത് സന്തുലിതാവസ്ഥ, ബാലൻസ് ഇല്ലാത്തതായി പോവാതിരിക്കാൻ വേണ്ടി നമ്മൾ രണ്ടാമത്തെ കൽപ്പന എന്താ, ഏറ്റവും വലിയ കൽപ്പന ഏതാന്ന് കർത്താവിനോട് മർക്കോസ് 12-ാം അധ്യായത്തില് അവിടെ ശാസ്ത്രി വന്ന് ചോദിക്കുക. 28-ാമത്തെ വാക്യത്തില് ശാസ്ത്രിമാരിൽ ഒരുവൻ അടുത്ത് വന്ന്, മർക്കോസിന്റെ സുവിശേഷം 12-ാം അധ്യായത്തിന്റെ 28-ാമത്തെ വാക്യം, അടുത്ത് വന്ന് അവർ തമ്മിൽ തർക്കിക്കുന്നത് കേട്ട് അവൻ അവരോട് നല്ലവണ്ണം ഉത്തരം പറഞ്ഞ പ്രകാരം ബോധിച്ചിട്ട് എല്ലാറ്റിലും മുഖ്യ കൽപ്പന ഏത് എന്ന് അവനോട് ചോദിച്ചു. വിച്ച് ഇസ് ദ ഫോർമോസ്റ്റ് ഓഫ് ഓൾ കമാൻഡ്മെന്റ്സ്. ഓൾ കമാൻഡ്മെന്റ് ഇസ് ദ ഫോർമോസ്റ്റ് ഓഫ് ഓൾ. എല്ലാത്തിലും വലിയ കൽപ്പന ഏത് എന്ന് ചോദിക്കുമ്പോൾ കർത്താവ്, ഞാൻ ആലോചിച്ച് ഉപവസിച്ച് പ്രാർത്ഥിച്ചിട്ട് പിന്നെ വന്ന് പറയാം എന്ന് പറഞ്ഞില്ല. കർത്താവിനത് നാക്കിൻ തുമ്പത്ത് തന്നെ ഉണ്ടായിരുന്നു. അത് ഏറ്റവും വ്യക്തമായിട്ടുള്ള കാര്യം. ന്യായപ്രമാണത്തില് എത്രയോ കൽപ്പനകളുണ്ട്, എന്നാ 10 കൽപ്പനയിൽ ഒന്നൊന്നും അല്ല കർത്താവ് പറയുന്നത്. കർത്താവ് ആവർത്തന പുസ്തകം 6:4, ഞാൻ അങ്ങോട്ടൊന്നും പോകുന്നില്ല. ആവർത്തന പുസ്തകം 6:4 വാക്യം ഉദ്ധരിച്ചുകൊണ്ട്, 4-5 വാക്യങ്ങൾ ഉദ്ധരിച്ചുകൊണ്ട് കർത്താവ് ആ മുഖ്യ കൽപ്പന, ഇസ്രയേലെ കേൾക്കുക, നമ്മുടെ ദൈവമായ കർത്താവ് ഏക കർത്താവ്, നിന്റെ ദൈവമായ കർത്താവിനെ നീ പൂർണ്ണ ഹൃദയത്തോടും എന്ന് പറയുമ്പോൾ ഹൃദയം ആത്മാവിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. പിന്നെ പൂർണ്ണ ആത്മാവോട് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്നത് പൂർണ്ണ പ്രാണനോടും ട്രാൻസ്ലേറ്റ് ചെയ്യേണ്ടത് വിത്ത് ഓൾ യുവർ ഹാർട്ട്, വിത്ത് ഓൾ യുവർ സോൾ. പൂർണ്ണ പ്രാണനോടെ, നമ്മുടെ പൂർണ്ണ ദേഹിയോടെ. ആ ദേഹിയിൽ നമ്മുടെ മനസ്സും വികാരങ്ങളും തീരുമാനങ്ങളും എല്ലാം വരും. എന്ന പഴയ നിയമത്തില് പൂർണ്ണ മനസ്സോടെ എന്നുള്ള ഒരു കാര്യം വ്യക്തമായിട്ട് പറയാത്തത് കർത്താവ് ഒന്നുകൂടെ ഒന്ന് എക്സ്പാൻഡ് ചെയ്ത് പൂർണ്ണ മനസ്സോടും, ആ ദേഹിയില് പൂർണ്ണ പ്രാണനിലെ മനസ്സുണ്ട്, എന്നാൽ നിന്റെ പൂർണ്ണ മനസ്സോടെ നിന്റെ ചിന്തകളെല്ലാം കർത്താവിന്റെ സ്നേഹത്തിന് അധീനമായിരിക്കണം എന്നുള്ള ഒരു മൊഴിയോടെ കർത്താവ് പൂർണ്ണ മനസ്സോടും പിന്നെ പൂർണ്ണ ശക്തിയോടും, ശരീരം, അതായത് ആത്മാവ്, ദേഹം, പൂർണ്ണ ഹൃദയത്തോട് എന്ന് പറയുമ്പോൾ പൂർണ്ണ ആത്മാവോടെ, പൂർണ്ണ പ്രാണനോടെ, അതോടുകൂടി ചെന്ന് പൂർണ്ണ മനസ്സോടെയും പിന്നെ പൂർണ്ണ ശക്തിയോടെ ആ ശരീരം, നിന്റെ പ്രവൃത്തികളെല്ലാം പരിശുദ്ധാത്മാവിന്റെ സ്നേഹത്തിലായിരിക്കണം. വാക്കുകളും പ്രവൃത്തികളും എല്ലാം പൂർണ്ണ ശക്തിയോടും കൂടെ കർത്താവിനെ സ്നേഹിക്കണം. നമ്മള് പലപ്പോഴും നമ്മുടെ മീറ്റിങ്ങുകളെല്ലാം ആ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. കർത്താവിനുള്ള സ്നേഹം, ആദ്യ സ്നേഹം, കർത്താവിനെ പൂർണ്ണതയോടെ സ്നേഹിക്കുന്ന കാര്യവും, കർത്താവ് നമുക്ക് വേണ്ടി പാടുപെട്ട കാര്യമൊക്കെ നമ്മള് കഴിഞ്ഞ ബുധനാഴ്ച കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ ചിന്തിച്ചു. ആ ക്രൂസിലേക്ക് പോകുന്നതിന്റെ തലേദിവസം രാത്രിയൊക്കെ കർത്താവ് സഹിച്ച ആ ഒരു വേദനയും ത്യാഗവും, ആ ക്രൂസിലേക്ക് പോകുമ്പോഴും ഒക്കെ കർത്താവ് രക്തം ചൊരിഞ്ഞതും അപമാനം സഹിച്ചതും അവസാനം ദൈവകോപത്തിന്റെ തീയിലെല്ലാം വെന്തുരുകിയതെല്ലാം അതോർത്ത് കർത്താവിനോട് നമുക്കൊരു സ്നേഹമുണ്ട്. അത് പരിശുദ്ധാത്മാവ് നമുക്ക് കാണിച്ചു തരുമ്പോൾ യേശുവിനെ നമ്മൾ സ്നേഹിക്കുന്നു.
ഇന്ന് യേശുവിനോടുള്ള സ്നേഹം അതിന്റെ യാഥാർത്ഥ്യത്തിന്റെ മാറ്റുരയ്ക്കാനായിട്ട് കർത്താവ് മറ്റൊരു രണ്ടാമത്തെ കൽപ്പനയും കൂടെ അതർ സൈഡ് ഓഫ് ദ കോയിൻ കൂടെ പറയുന്നുണ്ട്. അതായത് എന്താ ഏറ്റവും വലിയ കൽപ്പന ഏതെന്നേ ചോദിച്ചുള്ളൂ. അപ്പൊ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, MCQയിൽ ഒരു ചോദ്യം ചോദിച്ചുള്ളൂ, എന്നാൽ ഇതും കൂടെ എന്റെ ഉത്തരവാദിത്തം പറയുന്നത് പോലെ കർത്താവ് അതിന്റെ അതിനോട് ചേർന്ന് പറയുവാണ്. രണ്ടാമത്തേതോ എന്ന് വെച്ചാൽ ഈ രണ്ടാമത്തേത് ഒഴിച്ചു നിർത്തിയിട്ട് ഒന്നാമത്തേത് മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപക്ഷെ നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകാം. എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വേണ്ടവണ്ണം മറ്റുള്ളവരോട് ഒരു സ്നേഹം ഇല്ലാതെ നമ്മൾ ഞാൻ ദൈവത്തെ വലിയ സ്നേഹിക്കുന്നു, ഞാൻ ദൈവത്തോട് എനിക്ക് വലിയ ഭക്തിയുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ വഞ്ചിക്കപ്പെട്ടു പോകാനൊരു സാധ്യതയുണ്ട്. അപ്പൊ അതുകൊണ്ട് രണ്ടാമത്തേതോ കൂട്ടുകാരനെ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണം എന്നത്രേ. ഇവയിൽ വലുതായിട്ട് മറ്റൊരു കൽപ്പനയില്ല. നമ്മള് എവിടെയോ കാണാത്ത ഒരു ദൈവത്തെ എനിക്ക് പൂർണ്ണതയോടെ ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു സ്നേഹിക്കുന്നു എന്ന് നമുക്ക് പറഞ്ഞുകൊണ്ടിരിക്കാം. എന്നാൽ കാണുന്ന ഒരു ആളെ നമുക്ക് അത് ആദ്യം ഞാന് ആ കാര്യം ഉള്ളൂരിന്റെ ഒരു പദ്യശകലത്തില് ഹൈന്ദവനായിരുന്നു ഞാൻ ആ ഒരു കാര്യം, കാണാത്ത ദൈവത്തെ സ്നേഹിക്കുന്ന കാണുന്ന മനുഷ്യനെ ഞാൻ വിളിച്ച് ഉള്ളൂര് പറഞ്ഞായിരിക്കുന്നു. പിന്നെ വചനം വായിച്ചപ്പോഴല്ലേ അറിഞ്ഞ് ഉള്ളൂർ പരമേശ്വരയ്യർ എന്ന് പറയുന്ന മലയാളത്തിന്റെ മഹാകവി അത് വചനത്തിൽ നിന്ന് എടുത്ത പറഞ്ഞു. വചനത്തിൽ എവിടെ പറഞ്ഞിരിക്കുന്നേ? 1 യോഹന്നാൻ 4-ാം അധ്യായത്തിലാണ് പറഞ്ഞിരിക്കുന്നത്. 4:19 കഴിഞ്ഞ ബുധനാഴ്ച നമ്മളിന്ന് കോട്ട് ചെയ്തായിരുന്നു. 4:20 4:19 എന്ന കർത്താവ് നമ്മളെ ആദ്യം സ്നേഹിച്ചത് കൊണ്ട് നാം കർത്താവിനെ സ്നേഹിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച ആ കാര്യങ്ങൾ കർത്താവ് നമ്മളെ എത്രയധികം സ്നേഹിച്ചു. നമ്മൾ CFC ചേർന്നപ്പോഴാണ് കർത്താവ് നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങിയതല്ല. കർത്താവ് നമ്മള് രക്ഷിക്കപ്പെട്ടപ്പോഴാണോ സ്നേഹിക്കാൻ തുടങ്ങിയത്? അതുമല്ല. നമ്മള് ജനിച്ചപ്പോഴാണോ സ്നേഹിക്കാൻ തുടങ്ങിയത്? അതുമല്ല. നമ്മൾ ഇനിയിപ്പോ അമ്മയുടെ ഉദരത്തിൽ ഉരുവായപ്പോഴാണോ സ്നേഹിക്കാൻ തുടങ്ങിയത്? അതുമല്ല. ലോകസ്ഥാപനത്തിന് മുന്നേ എല്ലാ സൃഷ്ടിക്ക് മുമ്പേ കർത്താവ് നമ്മളെ സ്നേഹിച്ചു. അതാ 19-ാമത്തെ വാക്യം. അവൻ ആദ്യം നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. അപ്പൊ നാം കർത്താവിനെ സ്നേഹിക്കുന്നു. കർത്താവ് നമ്മളെ ഇത്രയധികം സ്നേഹിച്ചു. അവസാനത്തുള്ളി രക്തവും ചൊരിയാൻ വേണ്ടി പാപയാഗമായിട്ട് ആ പാപയാഗ മൃഗം അവസാനത്തുള്ളി രക്തവും ചൊരിയണം. ലേവ്യ 4-ാം അധ്യായത്തിലെ ആ കാര്യമൊക്കെ നമ്മൾ കണ്ടു. എല്ലാ രക്തവും അവിടെ ആ അൾത്താരയുടെ ചുവട്ടിൽ ഒഴിച്ചു കളയണം. അതിനായിട്ട് താനൊരു പൂർണ്ണ പാപയാഗമായിട്ട് പെർഫെക്റ്റ് സിൻ ഓഫറിങ് ആകേണ്ടതിനായിട്ട് കർത്താവ് തന്റെ ശരീരത്തിൽ എല്ലാ രക്തം ഒഴുക്കി കളയാനായിട്ട് വേർപ്പ് രക്തമായി അത് കഴിഞ്ഞിട്ട് മുതുകിലെല്ലാം അടിച്ച് അവിടുന്ന് എല്ലാ രക്തം എല്ലാം വാർന്നൊഴുകി, തലയിൽ നല്ല രക്തം മുൾക്കിരീടത്തിലൂടെ വാർന്നൊഴുകി, കയ്യിലും കാലിലും എല്ലാം രക്തം ഒഴുകി. പിന്നെ ശരീരം ആസകലം മുറിവുകളായിരുന്നു. ഹി വാസ് ക്രഷ്ഡ്, ഹി വാസ് ബ്രൂയിസ്ഡ് ഫോർ ഇനിക്വിറ്റീസ് എന്ന് യെശയ്യാ 53:4-5 വാക്യങ്ങളിൽ നമ്മൾ വായിച്ചു. പിന്നെ അവസാനം ഹൃദയത്തില് രക്തം പമ്പ് ചെയ്യുന്ന ഹൃദയത്തിൽ കുറച്ച് രക്തം ബാക്കി ഉണ്ടായിരുന്നു. അതും കൂടെ അങ്ങ് ഒഴുകി കളയാനായിട്ട് ചങ്കും കൂടെ തുറന്നു തന്ന് ചങ്കിലെ രക്തവും കൂടെ കർത്താവ് ഊറ്റി തന്ന് അങ്ങനെ ആ സ്നേഹം കർത്താവ് അതുപോലെ തന്നെ മറ്റുള്ളൊരു കർത്താവിനെ കെട്ടിക്കൊണ്ട് ഗെത്സമനെ എന്ന കർത്താവിനെ കെട്ടിക്കൊണ്ട് കർത്താവിനെ ബൈൻഡ് ചെയ്തുകൊണ്ട് പോയി എന്നൊക്കെ നമ്മൾ യോഹന്നാൻ 18-ലൊക്കെ നമ്മൾ കണ്ടു. അന്നാസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. അപ്പൊ 7 തവണ കർത്താവിനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇട്ട് തട്ടിയ കാര്യം നമ്മൾ കണ്ടു. അന്നാസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, പിന്നെ കയ്യഫാവിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി, പിന്നെ പിലാത്തോസിന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. പിലാത്തോസ് ഹെരോദാവിന്റെ അടുത്തേക്ക് അയച്ചു. പിന്നെ ഹെരോദാവ് പിന്നെയും പിലാത്തോസിന്റെ അടുത്തേക്ക് അയച്ചു. പിന്നെ പിലാത്തോസ് റോമൻ പടയാളികൾക്ക് കൈമാറി അടിക്കാനും അവനെ ക്രൂശിക്കാനുമായിട്ട് കൈമാറി. പിന്നെ അവിടുന്ന് കർത്താവ് ഗൊൽഗോഥ മലയിലേക്ക് 7 എന്നുള്ള ഒരു പൂർണ്ണ സംഖ്യ എന്ന് പറയുന്നത് പോലെ 7 തവണ അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം നമുക്കായിട്ട് നമ്മളെ അലയാതിരിക്കാൻ വേണ്ടി കർത്താവ് അലഞ്ഞു. കർത്താവ് അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം അവരിട്ട് തട്ടിക്കളിക്കുന്നവണൊക്കെ ഉള്ള ഒരു ലാഘവത്തോടെ സർവശക്തനെ കർത്താവിനെ ഒന്ന് വിചാരിച്ച 12 ലഗ്യോൻ സൈന്യത്തെ 72,000-ത്തിലധികം സൈന്യത്തെ കർത്താവിനെ ഒന്ന് വിളിക്കാവുന്നേ ഉള്ളായിരുന്നു. മത്തായി 26-ാം അധ്യായത്തിൽ ആ വാക്യമൊക്കെ നമ്മൾ കണ്ടു. പിന്നെ കർത്താവ് എന്നെ ആ സമയത്ത് ഓർത്തു. ഞാനത് സ്പെഷ്യലായിട്ടുണ്ട്. നമ്മൾ ഓരോരുത്തരെയും ഓർത്തു. നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? ആ സമയത്ത് എന്നെ ഓർത്തു. നിങ്ങൾ കുഞ്ഞു കുടുക്കൂസൊക്കെ കേൾക്കുന്നുണ്ടോ? കുഞ്ഞുങ്ങളൊക്കെ ജീസസ് ആ സമയത്ത് രക്തം ചൊരിയുമ്പോ ജോഹാനെ ഓർത്തു. ഈ ഒരു 2020-കളിലെ ജോഹാൻ എന്ന് പറഞ്ഞൊരു മോന് ഇവിടെ കറ്റാനത്ത് ഇവിടെ മോന് ജീവൻ നൽകാൻ വേണ്ടിയാ പ്രാർത്ഥന. പിന്നെ നിരഞ്ജന, അർപ്പിത, ജ്യോത്സ്ന, ഞങ്ങളെ ഏറ്റവും കുഞ്ഞുങ്ങളുടെ പേര് പറഞ്ഞു വെച്ചാൽ നമുക്ക് എല്ലാവർക്കും അത് നമ്മളത് നിങ്ങളത് യഥാർത്ഥത്തിൽ വിശ്വസിക്കുന്നുണ്ട്. നമ്മള് കൂട്ടുകാരനെ പോലെ
കൂട്ടുകാരനെ പോലെ നമ്മെ പോലെ നമുക്ക് കൂട്ടുകാരനെ സ്നേഹിക്കണം എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞു വരുമോ, പക്ഷെ അതിനൊരു അസ്ഥിവാരം ഇല്ലാതെ അടിസ്ഥാനം ഇല്ലാതെ പറയരുതല്ലോ. നമ്മൾ എല്ലാ ആഴ്ചയിലും ആ കാര്യങ്ങളെ പറയുന്നെങ്കിൽ പോലും നമ്മളെ ഇപ്പൊ ഞാൻ മാത്രമേ ഈ ലോകത്ത് പാപിയായിട്ടുള്ളൂ. ഇപ്പൊ നിങ്ങൾ ഓരോരുത്തരും അതൊരു നമ്മളൊരു ഭംഗിവാക്കായിട്ട് പറയുന്നതല്ല, അതൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പൊ യഥാർത്ഥത്തില് ഞാൻ മാത്രം, നിങ്ങൾ ഓരോരുത്തരും അത് ചിന്തിക്കണം. ഞാൻ മാത്രമേ ഈ ലോകത്ത് പാപിയായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ഒരു പാപം ചെയ്തിട്ടില്ലാത്ത ആൾക്കാരാന്ന് വിചാരിക്കട്ടെ. ഞാൻ മാത്രമേ ഈ ലോകത്ത് പാപിയായിട്ടുള്ളൂ. ഇപ്പൊ ജസ്സിന് വിചാരിക്കാം ജസ്സി മാത്രമേ പാപിയുള്ളൂ, ബാക്കി ആരും ലോകത്ത് പാപികൾ എല്ലാവരും. സപ്പോസ് അങ്ങനെയാണെന്നിരിക്കട്ടെ. ജോയൽ, ഞാൻ മാത്രമേ ഇവിടെ ലോകത്ത് പാപിയായിട്ടുള്ളൂ, ബാക്കി എല്ലാവരും ആർക്കും പാപം സംഭവിച്ചിട്ടില്ല എന്ന് നമ്മള് ഒന്ന് സങ്കല്പിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്കായിട്ട് കർത്താവ് യാഗമായിട്ട് വരുവാനായിട്ട്, ഇതേ പാടുകൾ തന്നെ സഹിക്കാനായിട്ട്, എനിക്ക് മാത്രമായിട്ട്, മനുഷ്യരാശിക്ക് മൊത്തമായിട്ട് കർത്താവ് സഹിച്ചെന്നല്ല, എനിക്കായിട്ട് കർത്താവ് സഹിച്ചു. ഞാൻ മാത്രമേ ഈ ലോകത്ത് പാപിയായിട്ടുള്ളായിരുന്നു. എന്നാൽ എനിക്ക് വേണ്ടി കർത്താവ് അത്രയും ക്രൂരതയും പീഡനവും അവസാനം നരകത്തീയില് വെന്തിരിഞ്ഞ് കർത്താവ് ജീവൻ വെടിഞ്ഞ് കർത്താവ് എനിക്കായിട്ട് ഉയർത്തെഴുന്നേൽക്കും. അത് പരിശുദ്ധാത്മാവ് നിങ്ങളെ അത് ബോധ്യം തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? അല്ലെങ്കിൽ കർത്താവിനോട് ആ ബോധ്യം ചോദിക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് കർത്താവിനെ സ്നേഹിക്കാനൊക്കത്തുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ സ്നേഹം നമുക്ക് അതുപോലൊരു കർത്താവ് എനിക്കായിട്ട്, അതുപോലെ ഞാൻ മാത്രമേ ലോകത്ത് പാപിയായിട്ടുണ്ടായിരുന്നുള്ളെങ്കിൽ പോലും എന്റെ കർത്താവ് എനിക്ക് വേണ്ടി വന്ന്, എന്റെ പ്രാണപ്രിയ എനിക്ക് വേണ്ടി ഇതുപോലെ വന്ന് രക്തം ചൊരിയുമായിരുന്നു, എനിക്ക് വേണ്ടി ജീവൻ വെടിയുമായിരുന്നു കർത്താവ്, എനിക്ക് വേണ്ടി കർത്താവ്, എനിക്ക് മാത്രമായിട്ട് കർത്താവ് വരുമായിരുന്നു എന്ന് ഞാൻ അത്ര കർത്താവിന്റെ കണ്ണിൽ വളരെ സ്പെഷ്യൽ ആണെന്നുള്ളൊരു ബോധ്യമാണ് നമുക്ക് പരിശുദ്ധാത്മ നമുക്ക് ഓരോരുത്തർക്കും തരേണ്ടതായിട്ടുള്ളത്. അല്ലാതെ എന്തോ പൊതുവായിട്ട് എല്ലാവർക്കും എന്തോ ചെയ്തു, ഞാനും കൂടെ അതിലൊക്കെ പങ്കുവെച്ചേക്കാം, അല്ലെങ്കിൽ മോശമായി പോകത്തില്ലേ എന്നുള്ളൊരു ലാഘവത്തോടാണോ, അതോ നമുക്ക് ആ ഒരു കർത്താവിന്റെ സ്നേഹം നമ്മളുടെ ഹൃദയങ്ങളെ കീഴടക്കുന്നുണ്ടോ? നമ്മൾ പാടിയതുപോലെ നമ്മുടെ ഹൃദയത്തിന് ആവേശമായിട്ട് കർത്താവായിത്തീരുന്ന പരിശുദ്ധാത്മാവ് ആ സ്നേഹം നമ്മുടെ ഹൃദയത്തിലേക്ക് വന്ന് നിറയ്ക്കും. എനിക്കായിട്ട് എന്റെ കർത്താവ് ഇത്രയെല്ലാം ചെയ്തു. അപ്പൊ നമ്മളിപ്പോ 19-ാമത്തെ 20-ാമത്തെ വാക്യത്തിലേക്ക് പോകുക. എന്നാൽ 19-ാമത്തെ വാക്യം വായിച്ചിട്ടേ നമുക്ക് 20-ാമത്തെ വാക്യത്തിലേക്ക് പോകത്തുള്ളൂ. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ മാനുഷിക സ്നേഹത്തിലേക്ക് അധപ്പതിച്ച് പോകാം. ദൈവികമായ സ്നേഹമുണ്ട്, മാനുഷിക സ്നേഹമുണ്ട്. അത് നമ്മൾ തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മഹാത്മാഗാന്ധിയൊക്കെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നൊക്കെ പറഞ്ഞ വലിയ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തു. എന്നാൽ അദ്ദേഹം ഏകസത്യ ദൈവത്തെ ആ രീതിയിൽ വേണ്ടുന്ന രീതിയിൽ ഏറ്റെടുത്തതായിട്ട് നമുക്ക് അറിവില്ല. അപ്പൊ അതുപോലൊക്കെയുള്ള വലിയ തത്വചിന്തകന്മാരും ഒക്കെ മറ്റുള്ളവർ നിന്റെ അയൽക്കാരൻ നിന്നെ പോലെ തന്നെ സ്നേഹിക്കണമെന്ന് പറഞ്ഞ യേശുവിന്റെ വാക്കുകൾ, അത് പഴയ നിമിത്തത്തിലെ ദൈവപുസ്തകത്തിലെ വാക്കുകളാണ്. അത് ഏറ്റുപിടിച്ചുകൊണ്ട് പലരും കർത്താവിന്റെ വാക്കുകൾ ഏറ്റുപിടിച്ചുകൊണ്ട് പ്രസംഗിക്കുകയും തത്വചിന്താത്മകമായിട്ട് ചിന്തിക്കുന്ന വലിയ പാർട്ടിക്കാരും എല്ലാം ഉണ്ട്. പക്ഷെ അതിലല്ല കാര്യം, മറിച്ച് കർത്താവിന്റെ സ്നേഹമാണ് നിറഞ്ഞു കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒഴുകണ്ടേ. അതായത് സാക്വർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2 planks on the cross. അപ്പൊ ആ ഒരു ക്രോസ് വരയ്ക്കുമ്പോൾ ആദ്യം അതിന്റെ വെർട്ടിക്കൽ പ്ലാങ്ക് ആണ് വെക്കുന്നത്, അതിന്റെ മേലാണ് ഹൊറിസോണ്ടൽ പ്ലാങ്ക് ആണിയടിച്ച് വെക്കുന്നത്. അതായത് അന്ന് റോമൻ പടയാളികളെ കുറ്റവാളികളെ ക്രൂശിക്കുമ്പോൾ ആദ്യം അവിടെ ആ ഗൊൽഗോഥ മലയിലാണെങ്കിൽ ആ ഗൊൽഗോഥ മലയിൽ വലിയൊരു വെർട്ടിക്കൽ പ്ലാങ്ക് ഓൾറെഡി ഉണ്ടായിരിക്കും. വെർട്ടിക്കൽ പ്ലാങ്ക് എന്ന് പറഞ്ഞാൽ എന്താ? ലംബമായിട്ടുള്ള പലക എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ ആർക്കും മനസ്സിലാവില്ല. വെർട്ടിക്കൽ നേരെയുള്ള പലക എന്ന് പറഞ്ഞാൽ നമുക്ക് മലയാളം അധികം അറിയാത്ത ആൾക്കാരാണല്ലോ നമ്മൾ. അങ്ങനെ വെർട്ടിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷനെ സൂചിപ്പിക്കുന്നത്. ദൈവത്തിന് നമ്മളെ സ്നേഹിച്ചപ്പോ കർത്താവ് ഒരു ക്രൂശിലൂടെ നമ്മളെ സ്നേഹിച്ച ആ വെർട്ടിക്കൽ പ്ലാങ്ക് നമ്മൾ ദൈവമായിട്ടുള്ള കണക്ഷനെ സൂചിപ്പിക്കുന്നു. നാം പൂർണ്ണഹൃദയത്തോടെ ദൈവത്തെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അത് വെർട്ടിക്കൽ പ്ലാങ്കിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്, ആ മുകളിലോട്ടുള്ള പലക. പിന്നെ അതിന്റെ മേലെ മാത്രമേ ഈ ഹൊറിസോണ്ടൽ പ്ലാങ്ക് വെക്കാനൊക്കെ ഉള്ളൂ. വെച്ചാല് തിരശ്ചീനമായിട്ടുള്ള ഈ പലക ഈ വെർട്ടിക്കൽ പ്ലാങ്കിന് മേലെ വെച്ചാലേ അത് ശരിയാവത്തുള്ളൂ. ആദ്യം വന്ന് ഹൊറിസോണ്ടൽ പ്ലാങ്ക് വെച്ചിട്ട് പിന്നെ വെർട്ടിക്കൽ പ്ലാങ്ക് വെക്കാൻ അങ്ങനെയല്ല. നമ്മൾ കുരിശ് നോക്കിയാൽ അങ്ങനെ വെർട്ടിക്കൽ പ്ലാങ്ക് അതിന്റെ മേലാണ് ഹൊറിസോണ്ടൽ പ്ലാങ്ക്. അതിൽ ഏതിനാ നീളം കൂടുതൽ? ഏതിനാ? നമ്മൾ കുരിശ് വരയ്ക്കുമ്പോൾ വെർട്ടിക്കൽ പ്ലാങ്ക്, അതായത് ലംബമായിട്ടുള്ള പലകയ്ക്ക് നീളം കൂടുതൽ എന്ന് പറഞ്ഞാൽ എന്താ? ദൈവത്തിന് നമ്മളോടുള്ള സ്നേഹം, അതാണ് ഏറ്റവും ഉന്നതമായിട്ടുള്ളത്. നമുക്ക് ദൈവത്തോടുള്ള സ്നേഹവും അതിൽ നിന്ന് നിറഞ്ഞു കവിയുന്ന ഒഴുകുന്നതാണ്. ഞാൻ പൂർണ്ണതയോടെ, പൂർണ്ണ പ്രാണനോടെ, പൂർണ്ണ മനസ്സോടെ, പൂർണ്ണ ശക്തിയോടെ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ എന്ന് പറയുമ്പോൾ എനിക്കായിട്ട് സ്നേഹം ഉത്പാദിപ്പിക്കാൻ പറ്റത്തില്ല. പരിശുദ്ധാത്മാവ് കർത്താവിന്റെ ആ സ്നേഹത്തെ കണ്ട് ഞാൻ കർത്താവിനെ ആദ്യം സ്നേഹിച്ചുകൊണ്ട്, നമ്മളിപ്പോ 4:19 1 യോഹന്നാൻ 4:19 നമ്മൾ വായിച്ചതുപോലെ അവൻ ആദ്യം
നമ്മെ സ്നേഹിച്ചത് കൊണ്ട് നാം സ്നേഹിക്കുന്നു. കർത്താവിന്റെ ആ സ്നേഹം, ആ എല്ലാ ലോകസ്ഥാപനത്തിന് മുന്നമേ എന്നെ തെരഞ്ഞെടുത്ത ആ സ്നേഹത്തെ ഞാൻ കാണുമ്പോൾ, കർത്താവ് എനിക്ക് വേണ്ടി ക്രൂസിൽ വന്ന് മരിക്കാനായിട്ട്, ഇന്ന് ഈ കാലഘട്ടത്തിൽ ഇന്നൊരാള് ഉണ്ടായിരിക്കും എന്നറിഞ്ഞ് ഞാൻ അവന് വേണ്ടി, നമ്മൾ ആ പാട്ട് പാടുന്ന പോലെ സ്വർഗം വിട്ടിറങ്ങിയല്ലോ, കർത്താവ് അവിടെ സ്വർഗത്തിലങ്ങ് ഇരിക്കപ്പെടുകയില്ല. എന്നെ യേശുവേ നിന്റെ നാമമേ എന്റെ ആത്മാവിന് ആധാരമേ, യാഹെന്ന ശക്തനാം ദൈവമല്ലോ എന്ന് പറഞ്ഞ നമ്മൾ ആ പാടുന്ന ആ പാട്ടിനകത്ത്, എന്നെ സ്നേഹിച്ച് ക്രൂസിൽ മരിപ്പാൻ സ്വർഗം വിട്ടിറങ്ങിയില്ല, ആ പാട്ട്, ആ വരികൾ പാടുമ്പോഴെപ്പോഴും എനിക്ക് കർത്താവിനൊക്കെ ഈ എന്താ ഈ ചില മക്കള് സ്കൂളിൽ നിന്ന് തിരിച്ചു വരാൻ കുറച്ച് താമസിച്ചു. അപ്പൊ അപ്പനും അമ്മയ്ക്കും അവിടെ ഇരിക്കപ്രതി ഉണ്ടോ, അവരവിടെ കുഷനിലിരുന്ന് വെറുതെ ഇരുന്ന് ടി വി കണ്ടുകൊണ്ടിരിക്കും. അയ്യോ എന്റെ കുഞ്ഞെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് ഇരിക്കപ്രതിയില്ല. അവര് എത്രയും പെട്ടെന്ന് അയ്യോ അങ്ങോട്ട് തിരിച്ചു, അങ്ങോട്ട് വിളിക്കുന്നു ഇങ്ങോട്ട് വിളിക്കുന്നു, എവിടെ എത്തി, സ്കൂൾ ബസ് അവിടെ ഉണ്ടോ ഇവിടെ ഉണ്ടോ, നമുക്ക് അവര് അങ്ങോട്ട് വരണമെങ്കിൽ വരും. അവർക്ക് ഇരിക്കപ്രതിയില്ല. അതുപോലെ കർത്താവിന് ഇരിക്കപ്രതിയില്ലായിരുന്നു. സ്വർഗത്തിലങ്ങ് കർത്താവിനങ്ങ് ഇരിക്കാൻ പറ്റത്തില്ല. എന്റെ കുഞ്ഞ് അവിടെ പാപത്തില്, അവള് പാപത്തിലായിരിക്കുന്നു, അവളെത്ര പ്രത്യാശയില്ലാതെ, അവരൊരു ആശയില്ലാതെ പ്രത്യാശയില്ലാതെ അവന് ശൂന്യതയില് ആയിരിക്കുന്നു. ആരും സഹായമായില്ലാതെ ഭാരം വലഞ്ഞിടുന്ന വേളയിൽ അരുമയോടെ എന്റെ അരികിൽ വന്ന് എന്റെ ആത്മനാഥൻ എന്നൊക്കെ നമ്മൾ പാടുന്നത് പോലെ, കഴിഞ്ഞ ദിവസം ഇന്നലെ ഫാമിലി പ്രയറിൽ ഞങ്ങൾ മത്തായി 20-ാധ്യായമായിരുന്നു. ഞങ്ങൾ പേരൻസിന്റെ കൂടെ മത്തായി ശുശ്രൂഷ ഇങ്ങനെ വായിച്ച് വന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ രാത്രിയിൽ മത്തായി 20-ാധ്യായത്തില് ആദ്യം ആ വേലക്കാരുടെ ഉപമ, ആദ്യം 0 അവറിൽ വിളിക്കുന്നു, പിന്നെ 3-ാം നാഴിക നേരം ഓരോരുത്തരെ എല്ലാവർക്കും കഴിഞ്ഞിട്ട് ഓരോ വെള്ളിക്കാശ് കൊടുക്കുന്നത്. അപ്പൊ അതിനകത്ത് അവസാനം അത് 11-ാം മണി നാഴികയില്, 11-ാം മണി നാഴിക എന്ന് പറഞ്ഞാല് 5 PM, 6 മണി വരെ ജോലിയുള്ളൂ. 5 മണി ആയപ്പം യജമാനൻ ചെന്ന് നോക്കിയപ്പം ചിലത് ഇങ്ങനെ വെറുതെ ഈച്ച അടിച്ചുകൊണ്ട് നിൽക്കുന്നു. ഞാൻ ഇവിടെ 4:19 ഒരു വിരൽ വെച്ചുകൊണ്ട് ആ മത്തായി 20 ആ വാക്യത്തിൽ നിന്ന് വായിച്ചോട്ടെ, നമുക്ക് ഇതിലേക്കും തിരിച്ചു വരാം. അവിടെ കർത്താവിന്റെ നമ്മളോടുള്ള സ്നേഹത്തെ സൂചിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അവിടെ അവര് പറയുന്ന ആ 11-ാം മണി നാഴികയില് പറഞ്ഞ ഒരാൾക്ക് അവരുടെ ഒരു കുറ്റസമ്മതം പോലെ ഒരു കൺഫെഷൻ ഉണ്ട് 7-ാമത്തെ വാക്യത്തില്. ഞങ്ങളെ ആരും കൂലിക്ക് വിളിക്കായ കൊണ്ട് അത്രേ എന്ന് അവർ പറഞ്ഞപ്പോൾ നിങ്ങളും മുന്തിരിത്തോട്ടത്തിലേക്ക് ചെല്ലുവിൻ. കർത്താവ് പ്രതിഫലം നൽകാമെന്ന് പറഞ്ഞില്ല. അവര് പ്രതിഫലിച്ചെന്ന് ഞങ്ങളെ വെറുതെ ഞങ്ങളെ ആരും, ഞങ്ങള് വലിയ തടിമുടിക്കുള്ള വലിയ ആൾക്കാരെയൊക്കെ വിളിച്ചു കാണും. ബാക്കി ഈ അവസാനം 11-ാം മണി നേരം അവര് വലിയ ശക്തിയോ ബലമൊന്നും ഇല്ലാത്തവരായിരിക്കും. ആരും ഞങ്ങളെ അവരുടെ മസിൽ പവറൊക്കെ കണ്ടപ്പോ ഇവരെ കൂലിക്ക് വിളിച്ചിട്ട് വലിയ കാര്യമൊന്നും ഇല്ലാത്ത പറഞ്ഞ് ആരും ഞങ്ങളെ കൂലിക്ക് വിളിച്ചില്ല. അതുപോലെ ഒരു കണ്ണിനും ദയ തോന്നാതെ നമ്മള് യെഹെസ്കേൽ 16-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ. അപ്പൊ ആ അവസാനം 1 മണി നേരം വന്ന ആൾക്കാര് നമ്മൾ വിചാരിക്കും അവർക്കെല്ലാം ഒരു കൂലി കൊടുത്ത് കർത്താവ് എന്തൊരു പക്ഷഭേദം എന്നൊക്കെ ആയിരിക്കും. പക്ഷെ ഞങ്ങൾ ഇന്നലെ അത് പേരൻസിനോട് ഞാൻ പറയുമായിരുന്നു, ഈ മറ്റേ 5 മണിക്ക് വരുക. അപ്പൊ ആദ്യം മുതലേ വന്ന ആൾക്കാരൊക്കെ ഇവരെ പുച്ഛിച്ചുകൊണ്ട്, ഞങ്ങളൊക്കെ വലിയ സീനിയർ ആയിട്ടുള്ള ആൾക്കാരാണ്, നിങ്ങൾ ഇപ്പം ഇന്നലെ പെയ്ത മഴയ്ക്ക് വന്ന ആൾക്കാര്, ഞങ്ങൾ ഇത്ര നേരം വേർത്ത് അധ്വാനിക്കുന്നത്, നിങ്ങൾ അങ്ങ് ചെയ്യുക. അവര് വലിയ ഉപദേശം വലിയ ആജ്ഞയൊക്കെ കൊടുത്ത് കൈയും കെട്ട് നിന്ന് കാണും. പക്ഷെ ഈ 11-ാം മണി നേരത്ത് വന്ന ആൾക്കാര് ആ യജമാനോടുള്ള വലിയ നന്ദിയോടെ പ്രതിബദ്ധതയോടെ അവര് ഏറ്റവും അധികം നമ്മള് ചിലപ്പോ ഈ പണിക്കാരെ ഞാൻ കുറ്റം പറയരുത്, ചില പണിക്കാരുണ്ട് ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കും. അതിന്റെ പിന്നെ നമ്മളൊന്ന് വരുമ്പോഴായിരിക്കും എന്തെങ്കിലും ഒന്ന് ചിലപ്പോൾ ചെയ്യുന്നത്. എല്ലാ പണിക്കാരും എങ്ങനെയാണെന്ന് അല്ലാട്ടെ ഞാൻ പറയുന്നത്. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇവരിങ്ങനെ രാവിലെ മുതലേ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുമായിരിക്കും. ഇനി നാളത്തേക്കും കൂടെ വിളിക്കണമല്ലോ, അപ്പം കുറച്ച് പേരെയൊക്കെ ബാക്കി വെച്ചിട്ടുണ്ട്. പക്ഷെ ഈ 11-ാം മണി നേരത്തേക്ക് വൈകിട്ട് 5 മണിക്ക് വിളിച്ച ആൾക്കാര് അവർക്ക് ഞങ്ങൾക്ക് പ്രതിഫലമൊന്നും വേണ്ട, ഞങ്ങളോട് ആർക്കും ഒന്നും ദയ തോന്നിയില്ല, അതുകൊണ്ട് ഞങ്ങള് ഈ യജമാനോടുള്ള ഒരു നന്ദി സൂചകമായിട്ട് ഞങ്ങൾ വന്നേക്കുക. അവര് വലിയ അധ്വാനത്തോടെ ഒരുപക്ഷെ ഈ രാവിലെ 6 മണി മുതൽ വൈകിട്ട് 5 മണി വരെ അധ്വാനിച്ചാൽ അധികമായിട്ട് അവര് അധ്വാനിച്ച് അവര് കൂടുതൽ കാര്യങ്ങൾ അവിടെ ചെയ്തു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. അതുകൊണ്ട് അവർക്ക് ആദ്യം യജമാനെ അറിയാതെ ഇവരുടെ പണിയുടെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഇടുമ്പോൾ ആദ്യം അവരെ വിളിച്ച്, പിമ്പന്മാരെ ആദ്യം വിളിച്ച് കൂലി കൊടുക്കുന്ന കാര്യം നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് ആ ഒരു കർത്താവിന്റെ സ്നേഹം, ആർക്കും ഞങ്ങളോട് കരുണ തോന്നിയില്ല. ആരും കർത്താവ് ഒരു കണ്ണിന് ദയ തോന്നാതായിരുന്നപ്പം കർത്താവ് എനിക്ക് വേണ്ടി വന്ന് മരിച്ചു, അവിടുന്ന് എന്നെ വിളിച്ചു, സ്നേഹത്തിന്റെ പിൻവിളി. അപ്പൊ അതാണ് നമ്മൾ 1 യോഹന്നാൻ 4 തിരിച്ച് നമ്മുടെ 1 യോഹന്നാൻ കറന്റ് ലൊക്കേഷൻ 1 യോഹന്നാൻ 4:19 വന്നു.
വി ലവ് ബിക്കോസ് ഹി ഫസ്റ്റ് ലവ്ഡ് us. കർത്താവിന്റെ ആ സ്നേഹത്തെ കാണുമ്പോഴാണ് നമുക്ക് കർത്താവിനെ സ്നേഹിക്കാൻ ഒക്കുന്നത്. എന്നാൽ ആ സ്നേഹം യഥാർത്ഥത്തിൽ നമ്മൾ കർത്താവിനെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അത് നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നില്ലെങ്കിൽ എന്റെ പാനപാത്രം നിറഞ്ഞു കവിഞ്ഞൊഴുകുന്നു. എന്താ അത് മൈ കപ്പ് ഓവർഫ്ലോസ്, സങ്കീർത്തനം 23-5 വാക്യത്തിൽ ദാവീദ് പറയുന്നത്. അപ്പൊ ആ പാനപാത്രം യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സ്നേഹം നമ്മളിൽ ഒന്ന് നിറഞ്ഞുകൊണ്ടേ ഇരിക്കുവാണെങ്കിൽ ആ ദൈവത്തോട് നമ്മൾ സ്നേഹിക്കുന്നത് പോലെ ആ സ്നേഹം അത് നിറഞ്ഞു കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒഴുകും. അതാ നമ്മള് അതിന്റെ 20 വാക്യത്തിൽ എന്താ വായിക്കുന്നേ? 1 യോഹന്നാൻ 4:20 വാക്യത്തിൽ, ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറയുകയും തന്റെ സഹോദരനെ പകയ്ക്കുകയും ചെയ്യുന്നവൻ കള്ളനാകുന്നു. അവന്റെ പേരെന്താ? കള്ളൻ. ഈസ് എ ലയർ. താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവൻ. അതാ ഉള്ളൂര് പിന്നെ പാടിയത്. അപ്പൊ ഞാനൊക്കെ വിചാരിച്ചു ഉള്ളൂര് പറഞ്ഞ കാര്യം പിന്നല്ലേ അറിയുന്നത് ഈ വചനത്തിൽ നിന്നാണ് ഇവരോരോ ഈ വചനത്തിൽ തന്നെ ഓരോ കാര്യങ്ങള്, ഈ ഓരോ പ്രയോഗങ്ങളൊക്കെ ഇപ്പം നിന്റെ കണ്ണിലെ കരണ്ട് എടുത്തിട്ട് വേണം സഹോദരന്റെ കണ്ണിലെ കോരിടക്കുന്ന കാര്യം, അങ്ങനെ ഓരോ പ്രയോഗങ്ങൾ ഇങ്ങനെ ഞങ്ങളിങ്ങനെ വായിച്ചു തരുമ്പോ അമ്മ പറയാം, അമ്മ ഈ മലയാള എമ്മയൊക്കെ കഴിഞ്ഞ ആളാണ്. അപ്പൊ അമ്മ പറയാം, ഓ ഇത് ബൈബിളിലെ കാര്യമായിരുന്നില്ലേ, ഇത് ഇങ്ങനെ ഒരു പ്രയോഗമായിട്ട് ഞങ്ങളിങ്ങനെ പലപ്പോഴും കേട്ടിട്ടുണ്ട്. നമ്മള് പലപ്പോഴും ഈ ഭാഷയിലുള്ള പല പ്രയോഗങ്ങളൊക്കെ ബൈബിളിൽ എടുത്താണ്. ഇപ്പൊ ഒരു കർണം തെളിച്ചാൽ മറു കർണം കാണിച്ചു കൊടുക്കണമെന്ന് മഹാത്മാഗാന്ധി പറഞ്ഞതൊക്കെ ചിലർ പറഞ്ഞു. പക്ഷെ മഹാത്മാഗാന്ധി ഇത് കർത്താവ് പറഞ്ഞത് ഏറ്റെടുത്ത് പറഞ്ഞാന്നുള്ള കാര്യം ചിലപ്പോൾ പലർക്കും അറിയത്തില്ല. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? ആ ഒരു കാണുന്ന സഹോദരന്, നമ്മൾ കാണുന്ന സഹോദരൻ, താൻ കണ്ടിട്ടുള്ള സഹോദരനെ സ്നേഹിക്കാത്തവന് കണ്ടിട്ടില്ലാത്ത ദൈവത്തെ സ്നേഹിക്കാൻ കഴിയുന്നതല്ല എന്ന് പറഞ്ഞാൽ നമ്മള് സാങ്ബേർ അതിന്റെ ഒരു ഉദാഹരണം പറഞ്ഞിട്ടുണ്ട്. ഈ ത്രൂ ദ ബൈബിളിനകത്താണ് പറയുന്നത്. അതായത് നമുക്ക് അർജന്റീനയിലും ചിലിയിലും സ്പെയിനിലും റഷ്യയിലും ഒക്കെ ഉള്ള സഹോദരന്മാരോട് ഭയങ്കര സ്നേഹമാണ്. അവിടെയുള്ള വിശ്വാസികളോ അവിടെ വിശ്വാസ സമൂഹം അവര് എത്ര കഷ്ടപ്പെടുന്നു, അവർക്ക് നമ്മളവരെ സ്നേഹിക്കേണ്ടതല്ല പറയുന്നത്. പക്ഷെ ഞാൻ പറയുന്നത് പൊള്ളത്തരം. പക്ഷെ നമ്മൾ കാണാത്ത സഹോദരന്മാരോടൊക്കെ നമുക്ക് വലിയ സ്നേഹം. അവരൊക്കെ എത്ര നല്ല സഹോദരന്മാര്. എന്നാൽ കാണുന്ന നമ്മുടെ ചർച്ചിലെ സഹോദരങ്ങളെ നമ്മൾ തട്ടിയും മുട്ടി നടക്കുന്ന നമ്മുടെ കാണുന്ന സഹോദരന്മാര്, നമ്മളുടെ ബന്ധുക്കള്, നമ്മുടെ സഭയിലുള്ള കൂട്ടുസഹോദരങ്ങളോടുള്ള സ്നേഹം, പിന്നെന്താ നമ്മളുടെ ബന്ധുമിത്രാദികൾ, നമ്മളെ ചൊറിയുന്ന ആൾക്കാർ കാണും, നമ്മളെ കുറ്റപ്പെടുത്തുന്നവർ കാണും, കളിയാക്കുന്നവർ കാണും. അല്ലെങ്കിൽ ചിലപ്പോൾ ഈവൻ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മള് എല്ലാവരോടും വലിയ സ്നേഹമായിരിക്കും. ചിലപ്പോൾ ചിലർക്കാണെങ്കിൽ സഭയിലെ സഹോദരങ്ങളോട് വലിയ മര്യാദയും സ്നേഹവും മതിപ്പും ഒക്കെ. പക്ഷെ വീട്ടില് ഭാര്യയോട് എങ്ങനെയാ സംസാരിക്കുന്നേ, ഭർത്താവിനോട് എങ്ങനെയാ സംസാരിക്കുന്നേ, കുഞ്ഞുങ്ങൾ അപ്പനമ്മമാരോട് എങ്ങനെയാ സംസാരിക്കുന്നേ? സ്നേഹമൊക്കെയാണ്, പക്ഷെ എങ്കിലും ഒരു വാല്യൂ ഇല്ലാതെ, ഒരു മൂല്യമില്ലാതെ, കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില അറിയത്തുള്ളെന്ന് നമ്മൾ പറയാം. പെട്ടെന്ന് എന്തെങ്കിലും അവർക്ക് എന്തെങ്കിലും പലപ്പോഴും പരിശുദ്ധാത്മാവ് നമ്മളെ, ശരിയാണ്, നമുക്ക് ചിലപ്പോൾ നമ്മളുടെ ഭാര്യയോ ഭർത്താവോ കുഞ്ഞുങ്ങളോ അപ്പനമ്മമാരോ സഹോദരങ്ങളോ ഒക്കെ എന്തെങ്കിലും നമ്മൾ പ്രതീക്ഷിക്കാത്ത രീതിയിൽ എന്തെങ്കിലും നമ്മൾ പറഞ്ഞൊരു കാര്യം ചെയ്തില്ല, അല്ലെങ്കിൽ പ്രതീക്ഷിച്ചൊരു കാര്യം ചെയ്തില്ല, അങ്ങനെയൊക്കെ ഉള്ള ഒരു കാര്യം വരുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ജഡത്തിൽ നിന്നൊരു ഈർഷ്യയും എരിച്ചിലും കാര്യങ്ങളും ഒക്കെ വരാം. അപ്പം പക്ഷെ പരിശുദ്ധാത്മാവ് നമ്മളെ അപ്പൊ ആ സമയത്ത് ഓർപ്പിക്കണ്ടേ? പരിശുദ്ധാത്മാവ് നമുക്ക് ഇപ്പൊ സപ്പോസ് ആക്ച്വലി ഇപ്പോ എന്റെ കുഞ്ഞിന്റെ ലാസ്റ്റ് ഡേ ആണ് തന്നിരിക്കട്ടെ, എന്തെങ്കിലും അപകടം വന്ന് എന്തെങ്കിലും എന്റെ കുഞ്ഞ്, അല്ലെങ്കിൽ എന്റെ ഭാര്യ, എന്റെ ഭർത്താവ്, അല്ലെങ്കിൽ എന്റെ അപ്പൻ, എന്റെ അമ്മ, എന്റെ സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഇപ്പം കൂട്ടസഹോദരങ്ങൾ, ചിലപ്പോൾ നമുക്ക് ചിലരോട് ക്ഷമിക്കാൻ വലിയ പ്രയാസമായിരിക്കും. ഇപ്പൊ ഈ കൗൺസിലിങ്ങിനായിട്ട് ചിലരൊക്കെ ഇങ്ങനെ ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്റ്റുമായിട്ടൊക്കെ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ മാതാപിതാക്കളെ അനുസരിക്കാത്ത പിള്ളേരൊക്കെ വരുമ്പോൾ ഞാൻ അവരോട് പറയുന്ന ഒരു കാര്യമാണ്, കണ്ണില്ലാത്തപ്പോഴേ കണ്ണിന്റെ വില. സപ്പോസ് ആക്ച്വലി ഇപ്പൊ ലോകത്തിലുള്ള എല്ലാ കുറ്റവും എന്റെ അമ്മയ്ക്കാണ്, എന്റെ അച്ഛനാണെന്ന് പറയുന്ന ചിലരുണ്ട്. ചിലർ പറയും എന്റെ മക്കളാണ് ഏറ്റവും മോശം മക്കൾ. ഇന്നലെ ഒരു അമ്മ മകനെ കൊണ്ട് വന്ന് അവന് മയക്കുമരുന്നാണ്, അവന് ഇതാണ്. മയക്കുമരുന്ന് പുള്ളിക്കാരൻ ഉപയോഗിച്ചിട്ടുണ്ട്, പക്ഷെ അമ്മ ഇങ്ങനെ ലേബൽ ചെയ്ത് ഇവര് മയക്കുമരുന്ന് ഉപയോഗിച്ചില്ലേലും അതാ ലേബൽ ചെയ്തൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 40 വട്ടം കുറ്റപ്പെടുത്തി, ഒരു സ്നേഹത്തിന്റെ വർത്താനം ഇല്ലാതെ. അപ്പൊ ഞാനപ്പോ നമുക്ക് മറ്റുള്ളവരെ വാല്യൂ ചെയ്യാനുള്ള ഒരു അതിനായിട്ട് പരിശുദ്ധാത്മ നമ്മളെ ഓർപ്പിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സപ്പോസ് ആക്ച്വലി അങ്ങനെ നടക്കുന്ന കാര്യങ്ങളാണ്, നമ്മൾ സംഭവിക്കാത്ത ഇമ്പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. പെട്ടെന്ന് നമുക്കിപ്പോ ചിലരോട് അങ്ങ് വല്ലാതെ ദേഷ്യം വരുന്നു, നമ്മുടെ ഒരു അയൽക്കാരനാവട്ടെ, ചിലപ്പോൾ നമ്മുടെ ഒരു ബന്ധുവായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഒരു കൂട്ടു സഹോദരി, ആ ബ്രദർ എന്താ ഇങ്ങനെ, ആ സിസ്റ്റർ എന്താ ഇങ്ങനെ, അല്ലെങ്കിൽ
ഈ കുഞ്ഞെന്താ ഇങ്ങനെ, നമ്മളുടെ കുഞ്ഞുങ്ങളെ കുറിച്ച് നമുക്ക് ഒരു വല്ലാതെ ഒരു പരാതിയോ ഇതെന്താ ഇങ്ങനെ വാശിയോ അതൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ഈ എന്റെ പപ്പ എന്താ ഇങ്ങനെ, എന്റെ മമ്മി എന്താ ഇങ്ങനെ, എന്റെ ഗ്രാൻഡ് പേയോ ഗ്രാൻഡ് മയെ കുറിച്ചോ അല്ലെങ്കിൽ നമ്മുടെ നമുക്ക് ആരോടാണ് നമുക്ക് ക്ഷമിക്കാൻ പ്രയാസമുള്ള കാര്യങ്ങൾ നമ്മളത് പറയുമ്പോൾ തന്നെ ആരോടെങ്കിലും നമുക്ക് ക്ഷമിക്കാൻ പ്രയാസമുണ്ടോ എന്ന് നമ്മുടെ മനസ്സോട് നമ്മൾ ചോദിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിലേക്ക് പെട്ടെന്ന് ആരെങ്കിലും ഒക്കെ കടന്നു വരുന്നുണ്ടോ? സാഗ്ലോർ പറയുന്ന ഒരു ചെറിയ എക്സസൈസ് അതില് നിങ്ങൾക്ക് ക്ഷമിക്കാൻ പ്രയാസമുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ വലിയ വെറുതൊന്നും പോണ്ടായില്ല, പെട്ടെന്ന് നമുക്ക് എന്തെങ്കിലും പ്രയാസം ഉണ്ടാക്കിയ സാധനങ്ങൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ക്ഷമിച്ചിട്ടുണ്ടാകും. പക്ഷെ എങ്കിലും ചിലപ്പോൾ അവരുടെ ചില മുഖങ്ങളോ അവരെന്നാലും അങ്ങനെ ചെയ്തല്ലോ, ഇവരിങ്ങനെ ചെയ്തല്ലോ, അവരങ്ങനെ എന്നെ കുറിച്ച് പറഞ്ഞല്ലോ, അവരെനിക്കെതിരായിട്ട് ഇങ്ങനെ പാര വെച്ചല്ലോ എന്നൊക്കെയുള്ള ചില ചിന്തകൾ നമ്മുടെ ജഡത്തിൽ നിന്ന് അങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമായിരിക്കും. അപ്പം നമ്മൾ യഥാർത്ഥത്തിൽ വലിയ കാര്യത്തിൽ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു, പക്ഷെ നമ്മൾ കാണുന്ന ആ സഹോദരൻ സ്നേഹിക്കുന്ന കാര്യം എന്ന് പറഞ്ഞാല് നമ്മുടെ പരിശുദ്ധാത്മ നമുക്ക് ഓർപ്പിക്കാവുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാല് എന്താ, പെട്ടെന്ന് ആ ആൾക്ക് എന്തെങ്കിലും സംഭവിച്ചെന്നിരിക്കട്ടെ, എന്തെങ്കിലും ഒരു പെട്ടെന്ന് മരണമടൻ, അല്ലെങ്കിൽ നമ്മുടെ അപ്പൻ നമ്മളെ അമ്മ ചിലപ്പോൾ നമുക്ക് നമ്മുടെ യഥാർത്ഥത്തിൽ ഇപ്പം യഥാർത്ഥത്തിൽ നമ്മൾ വേണ്ടവണ്ണം നമ്മളുടെ ഭാര്യയെ ഭർത്താവിനെ കുഞ്ഞുങ്ങളെ അപ്പനമ്മമാരെ നമ്മൾ വിലമതിക്കുന്നുണ്ടോ, നമ്മൾ വാല്യൂ ചെയ്യുന്നുണ്ടോ, നമ്മൾ ബഹുമാനിക്കുന്നുണ്ടോ, സ്നേഹിക്കുന്നുണ്ടോ? വി ടേക്ക് ഇറ്റ് ഫോർ ഗ്രാൻഡഡ്. അവരൊക്കെ മമ്മി എപ്പോഴും മമ്മിക്ക് 100 കുറ്റമായിരിക്കും, പക്ഷെ മമ്മിക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കട്ടെ, പപ്പയ്ക്ക് പെട്ടെന്ന് എന്തെങ്കിലും ഒന്ന് സംഭവിക്കട്ടെ, അല്ലെങ്കിൽ എന്റെ ബ്രദർ ഇങ്ങനെ, എന്റെ സിസ്റ്റർ ഇങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് പലരെ കുറിച്ച് അങ്ങനെ ഇങ്ങനെ എപ്പോഴും എന്നെ ചൊറിയാൻ വരും, എപ്പോഴും എന്നെ തിരുത്തും, എപ്പോഴും എന്നെ വഴക്ക് പറയും. പക്ഷെ അവർക്ക് എന്തെങ്കിലും പെട്ടെന്നൊരു അതിന് സംഭവിച്ചെന്നിരിക്കട്ടെ. അത്രയും നമ്മളിപ്പോ നമ്മളുടെ സഭയിലുള്ള പല സഹോദരങ്ങളും പെട്ടെന്നുള്ള മരണങ്ങളും കാര്യങ്ങളൊക്കെ നമ്മൾ വായിക്കുന്നു. എത്രയോ പേര് പെട്ടെന്ന് അറ്റാക്ക് വന്ന് മരിക്കുന്നു, എന്തെങ്കിലും റോഡ് അപകടത്തിൽ മരിക്കാനൊന്നും ഒരു പ്രയാസമില്ല. ചെറുപ്പത്തിൽ എത്ര കുഞ്ഞായിരിക്കുന്ന അവസ്ഥയിലൊക്കെ അപ്പൊ അങ്ങനെ പെട്ടെന്ന് നമ്മൾ മരിക്കുവാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ എത്രമാത്രം മിസ് ചെയ്യും. ഇപ്പോഴല്ലേ ജീവനോട് ഇരിക്കുമ്പോഴല്ലേ നമുക്ക് സ്നേഹിക്കാൻ നല്ല വാക്ക് പറയാം. ശരിയാണ്, നമ്മൾ ചില കാര്യങ്ങൾ ഫേമായിട്ട് പറയേണ്ടത് നമ്മൾ ഫേമായിട്ട് പറയണം, അത് നമ്മുടെ സ്നേഹത്തില്ല. നമ്മള് ചില കാര്യങ്ങൾ കാർക്കശ്യത്തോട് നമ്മൾ പറയേണ്ടത് നമ്മൾ കാർക്കശ്യത്തോട് ചില കാര്യങ്ങൾ പറയണം, അത് നമ്മുടെ ദേഷ്യത്തില് നമ്മുടെ വിരോധത്തിലല്ല, കുറച്ച് പെട്ടെന്ന് ആൾക്ക് എന്തെങ്കിലും ഒന്ന് സംഭവിച്ചു പോയാല് അയ്യോ ഞാനൊരു നല്ല വാക്ക് വേണ്ടവണ്ണം പറഞ്ഞില്ലല്ലോ, ഒരു നന്ദി വാക്ക് ഞാൻ പറഞ്ഞില്ലല്ലോ എന്ന് നമുക്ക് തോന്നുന്നു. അതാ നിന്റെ കാണാത്ത ദൈവത്തെ നിനക്ക് വലിയ സ്നേഹമെന്ന് പറയുന്നത്, കാണുന്ന സഹോദരനെ സ്നേഹിക്കാൻ നിനക്ക് ഇത്ര ബുദ്ധിമുട്ടെന്ന് അവിടെ 1 യോഹന്നാൻ 4:20 നമ്മളത് വായിക്കുന്നത്. നമ്മുടെ ഹൃദയത്തില് കർത്താവിനോടുള്ള ഒരു സ്നേഹം ഉണ്ടെങ്കിൽ അത് നിറഞ്ഞു കവിഞ്ഞ് നമ്മുടെ ഇപ്പൊ ഇവിടെ കപ്പ് വെച്ച് ഇത് നിറഞ്ഞു കവിയുവാണെങ്കിൽ എങ്ങോട്ടാ അത് ആദ്യം നിറഞ്ഞു കവിയുന്നേ? ആദ്യം നിറഞ്ഞു കവിയുന്നത് അന്റാർട്ടിക്കയിലോട്ടോ അഫ്ഗാനിസ്ഥാനിലോട്ടോ അല്ല, ആദ്യം ഈ ചുറ്റുവട്ടത്ത് നിറഞ്ഞു കവിയും. അത് കഴിഞ്ഞിട്ട് കോൺസെൻട്രിക് സർക്കിൾസിൽ അല്ലെ അതിങ്ങനെ വ്യാപിച്ച് അത് മറ്റുള്ളവരിലേക്ക് ആ സ്നേഹം വ്യാപിക്കുന്ന പറഞ്ഞാൽ നമ്മളുടെ സാഗ്ലോർ തന്നെ പറഞ്ഞ പോലെ പലപ്പോഴും നമ്മുടെ ലവ്ഡ് വൺസ് എന്ന് പറയുന്ന ആൾക്കാരോട് നമ്മൾ ഏറ്റവും പരുഷമായിട്ട് സംസാരിക്കുന്നത്. നമ്മളുടെ ലവ്ഡ് വൺസ് എന്ന് പറയുന്നത് സാധാരണ എന്താ, നമ്മുടെ ഫാമിലിയിലുള്ള കുടുംബത്തിലുള്ള ആൾക്കാരോട്. പക്ഷെ അവരോടാണ് നമ്മൾ പലപ്പോഴും ഒരു സ്നേഹത്തോടുള്ള ഒരു വർത്താനം പറയാത്ത, കുറച്ചുകൂടി ഉപ്പ് ചേർത്ത് സംസാരിക്കുന്ന സഹോദരനൊക്കെ നമ്മള് ചില സഹോദരങ്ങളോട് നമ്മളെ ഇടയ്ക്ക് പറയൂലേ, കുറച്ചുകൂടി ഉപ്പിടൂ. നമ്മൾ ആ ഒരു സ്നേഹത്തോടെ അവര് ശരിയാണ് ചില കാര്യങ്ങൾ നമ്മൾ ഫേമായിട്ട് പറയരുത് എന്നുള്ളതല്ല, മറിച്ച് നമ്മള് അതുപോലൊരു ബഹുമാനത്തോടെ സ്നേഹത്തോടെ നമ്മള് എന്തെങ്കിലും അവർക്ക് സംഭവിച്ചു പോയെങ്കിൽ അയ്യോ ഇനി എനിക്കൊരു കുറച്ചുകൂടി ഒരു ദിവസം കിട്ടിയായിരുന്നു, കുറച്ചുകൂടി ഒരു അവസരം കിട്ടിയാൽ 1 മണിക്കൂറും കൂടി കിട്ടിയായിരുന്നെങ്കിൽ എനിക്കൊരു നന്മ ചെയ്യാമായിരുന്നു, എനിക്ക് നല്ല വാക്ക് പറയാമായിരുന്നു, എനിക്കൊരു ഉപകാരം ചെയ്യാമായിരുന്നു, എനിക്കൊരു കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുക്കാമായിരുന്നു എന്നുള്ള നമ്മളൊരു മിസ് ചെയ്യുന്നുണ്ട്. അത് ഇപ്പം തന്നെ നമ്മളുടെ ലവ്ഡ് വൺസ്, നമ്മുടെ ഫാമിലി, നമ്മള് ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുമ്പോൾ നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുന്നത് അതൊരു പഴമൊഴിയായിട്ട് പറയുന്ന ഒരു പ്രോവ എന്ന് പറഞ്ഞാൽ ചാരിറ്റി എന്നുള്ള വാക്ക് നമ്മുടെ KJV ബൈബിൾ എടുത്താല് ലവിന് വരെ പലയിടത്തും ചാരിറ്റി എന്നാണ് അവർ എഴുതിയേക്കുന്നത് പഴയ ഇംഗ്ലീഷില്. ചാരിറ്റി ബിഗിൻസ് അറ്റ് ഹോം എന്ന് പറയുമ്പോൾ ചാരിറ്റി എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്ന ചാരിറ്റി മാത്രമല്ല, സ്നേഹം എന്നുള്ള അർത്ഥത്തില് ആ സ്നേഹം വീട്ടിലാ തുടങ്ങണ്ടേ. നമ്മളുടെ കുഞ്ഞുങ്ങളെ നമ്മുടെ അപ്പനമ്മമാര് നമ്മള് അതുപോലെ സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും വിലമതിക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ടോ? അപ്പനെയും അമ്മയും വെറുക്കണം, സഹോദരി വെറുക്കണം എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ഘോര ഇവിടെ കേട്ടിട്ടുണ്ട്. നമ്മൾ വെറുക്കണം എന്ന് പറഞ്ഞാൽ അവരുടെ നാച്ചുറൽ അറ്റാച്ച്മെന്റിലല്ല, നാച്ചുറൽ അറ്റാച്ച്മെന്റ് അവരെല്ലാം കർത്താവിന് മുമ്പാകെ സമർപ്പിക്കണം, കർത്താവിനെ നമ്മൾ ഏറ്റവും അധികം സ്നേഹിക്കേണ്ടത്. എന്നാൽ
ഇത് നിറഞ്ഞു കവിഞ്ഞ് ആ സ്നേഹം കർത്താവിന്റെ നമ്മുടെ മാനുഷികമായ സ്നേഹമല്ല, മാനുഷിക സ്നേഹവും ദൈവിക സ്നേഹത്തിന്റെ ഒരു ഡിഫറൻസ് സാങ്ക്ലർ പറയുന്ന ഒരു ഉദാഹരണം കേട്ടിട്ടുണ്ട്. മുടിയനായ പുത്രന്റെ ഉപമയില് മുടിയനായ പുത്രൻ, അതെ, ഇത് നല്ല സ്നേഹം, ഉണങ്ങിക്കൊണ്ടിരുന്ന സഹോദരൻ ഉണർത്തുന്നു. അത് ശരിക്കും ദൈവികമായ ഒരു സ്നേഹമാണ്. ചിലപ്പോൾ അദ്ദേഹം ധ്യാനിച്ചുകൊണ്ടിരിക്കുമായിരിക്കും, സാരമില്ല, എന്നാലും ഉറങ്ങുമല്ലെന്ന് നമ്മളൊന്ന് ഉറപ്പാക്കണമല്ലോ. അപ്പം മുടിയനായ പുത്രന്റെ ഉപമയില് ഈ മുടിയനായ പുത്രൻ എല്ലാം മുടിച്ച് പുള്ളിക്കാരന് പന്നികളുടെ ആഹാരമൊക്കെ കഴിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ അയൽപക്കത്തെങ്ങാനും വന്ന താമസിക്കുന്നിരിക്കട്ടെ, നമ്മൾ അറിയുന്നു ഈ ഒരു പയ്യന് വലിയ ധനികനായുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നയാ, പക്ഷെ എന്താ ഇതുപോലെ ഇപ്പൊ എല്ലാം കുട്ടിച്ചോറാക്കി ഇതുപോലെ പന്നി കഴിക്കുന്ന ആഹാരം കഴിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഉള്ള നമ്മൾ അറിയുമ്പോൾ നമുക്ക് മാനുഷിക സ്നേഹമാണെങ്കിൽ നമ്മൾ എല്ലാ ദിവസവും ഫുഡ് പാക്കറ്റ് കൊണ്ട് കൊടുത്ത് ഓരോ ദിവസവും നമ്മള് ആഹാരം വെച്ച് വിളമ്പി കൊടുത്ത് മാനുഷിക സ്നേഹം കാണിക്കും. അപ്പൊ എന്താ, വിൽ മേക്ക് ഷുവർ ദാറ്റ് ഹി വിൽ നെവർ ഗോ ബാക്ക് ടു ദ ഫാദേഴ്സ് ഹോം. അവര് പിതാവിന്റെ അടുക്കലേക്ക് മടങ്ങി പോകത്തില്ല എന്നുള്ള കാര്യം നമ്മൾ നമ്മുടെ മാനുഷിക അനുകമ്പ, ഹ്യൂമൻ ലവ് കൊണ്ട് ഉറപ്പാക്കും. പക്ഷെ ദൈവിക സ്നേഹമാണെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യുന്നത്? മോനെ, നിന്റെ അപ്പൻ്റെ അടുത്തേക്ക് നീ എത്രയും പെട്ടെന്ന് പോകും, ഇവിടെ ഇത് കഴിച്ചുകൊണ്ടിരിക്കേണ്ടതല്ല, ഞാൻ നിനക്ക് ഒരു പൈസ പോലും തരത്തില്ല, നീ പെട്ടെന്ന് അപ്പൻ്റെ അടുത്തേക്ക് പോവാ, ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്, അപ്പൊ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് അവനെ വഴക്ക് പറഞ്ഞ് ഓടിച്ചു വിടും. അത് ദൈവിക സ്നേഹം. അവിടെ ഒരു കാർക്കശ്യമുണ്ട്. നമുക്ക് ശരിയാണ്, ഇപ്പൊ വിശന്നിരിക്കുവാണെങ്കിൽ നമുക്ക് കൊടുക്കുന്നതിന് കുഴപ്പമുണ്ടെന്നല്ല ഞാൻ പറഞ്ഞു, പക്ഷെ എങ്കിൽ ആ ഒരു ദൈവിക സ്നേഹം എന്ന് പറഞ്ഞാൽ അവന്റെ എറ്റേണൽ ഗുഡ്, അവന്റെ ഏറ്റവും ആത്യന്തികമായിട്ട് നന്മ അവന് തിരിച്ച് അവന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് ചെയ്യുന്നതാണ്. നമ്മൾ പറഞ്ഞ മാനുഷികമായിട്ടുള്ള ഒരു ദേഹീപരമായ സ്നേഹത്തിന് നമുക്ക് വേണമെങ്കിൽ മാർത്തയെ പോലെ പല കാര്യങ്ങളൊക്കെ ചെയ്യാം. മാർത്ത എന്താ ചെയ്തത്? മാർത്ത കർത്താവും ശിഷ്യന്മാരും വേർത്തൊലിച്ച് വന്നത്, അവർക്ക് ഞാൻ ചപ്പാത്തി ചിക്കൻ കറി ഉണ്ടാക്കണം, അതെന്തെങ്കിലും കുഴപ്പമുണ്ട്? ശരിക്കും പറഞ്ഞാൽ അവിടെ നമ്മൾ ആ ലൂക്കോസ് 10-ാം വായിച്ചാല് ഇവർ രണ്ടുപേരും കൂടെ തന്നെ ആയിരിക്കും ഉണ്ടായിരിക്കുന്നത്, പക്ഷെ അത് സെർവ് ചെയ്യാൻ വേണ്ടി, സെർവിങ് അലോൺ എന്നുള്ളൊരു കാര്യമാണ് ഇംഗ്ലീഷ് നമ്മൾ വായിക്കുന്നത്, മിനിസ്ട്രിങ്, സെർവിങ്. അത് വിളമ്പുന്ന എന്നെ തനിച്ചാക്കി എന്നുള്ളതാ പറയുന്നത്. അപ്പം ഇവര് കർത്താവ് വരുന്നതിന് മുമ്പ് ഇവരാളെ വെച്ച് പറഞ്ഞതാണ്. അപ്പൊ ഇവർ രണ്ടുപേരും കൂടെ ആയിരിക്കും തീർച്ചയായിട്ടും ഇതെല്ലാം ഉണ്ടാക്കിയത്. പക്ഷെ ഇത് കർത്താവ് വിളമ്പുന്ന സമയം വന്നപ്പോൾ നേരത്തെ വിളമ്പി വെക്കണം, നേരത്തെ മീറ്റിംഗ് തീരുന്നതിന് മുമ്പ് ചായ ഇട്ട് വെക്കണം. നമ്മുടെ സഹോദരിമാര് നമ്മുടെ വഴക്ക് പറയുന്നത്, മീറ്റിംഗ് കഴിഞ്ഞിട്ട് പോയി ചായ ഇട്ടാൽ മതി, ചായ കുറച്ച് തണുത്താലും സാരമില്ല എന്ന് പറഞ്ഞതല്ലേ. അപ്പൊ വിളമ്പുന്ന കാര്യം വന്നപ്പോഴത്തേക്കും മറിയ ഇവിടെ പിന്നെയും കർത്താവിന് കേട്ടോണ്ടിരിക്കുക എന്ന് പറഞ്ഞു തരുമ്പോൾ മാർത്തയ്ക്ക് പക്ഷെ മാനുഷികമായിട്ടുള്ള ഒരു ഞാന് വലിയ ആളാണ്, ഇവിടെ അടുക്കളയുടെ അധിപതി ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് അവള് വലിയ കാര്യത്തെ ഷോ കാണിക്കാൻ നിന്നു. കർത്താവ് നല്ല ഡോസും കൊടുത്തു എന്ന് പറഞ്ഞാൽ മാനുഷിക സ്നേഹത്തില് നമ്മളിപ്പോ ഇനിയിപ്പോ കർത്താവ് എന്നെ പോലെ തന്നെ എന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്നും പറഞ്ഞ് നമ്മള് ഇപ്പൊ ബാങ്ക് ബാലൻസ് എല്ലാം കൂടെ എൻറ്റ് ചെയ്ത് നമ്മൾ എല്ലാവർക്കും വാരിക്കോരി കൊടുക്കുന്ന കാര്യം, അങ്ങനെയുള്ള മണ്ടത്തരങ്ങൾ ചെയ്യുന്നതല്ല പറയുന്നത്. മറിച്ച് ജ്ഞാനത്തോടെയുള്ള വിശ്വത്തോടുകൂടി കർത്താവ് നമ്മളിൽ നിന്ന് എന്താ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി എന്താ ഒരു സ്നേഹം ഒരു 3 തലത്തിൽ നമുക്ക് പറയുവാണെങ്കിൽ, ഇന്റർസീഡിങ് ലവിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ വേർഡ് ഫോർ ദ വീക്ക്. സുനിൽ പുന്നബ്രദറിന്റെ ആ ഒരു ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചെന്ന് അറിയത്തില്ല. അവര് നമ്മളുടെ മറ്റുള്ളവരോട് നമ്മൾ സ്നേഹിക്കുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ഒരു പ്രാർത്ഥിക്കുന്ന, നമ്മൾ ചിലപ്പോൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, പക്ഷെ അവർക്ക് വേണ്ടി കർത്താവേ ഞാൻ എന്തെങ്കിലും ചെയ്താൽ എന്തോ ആവാനോ, പക്ഷെ നീ ചെയ്താൽ അവിടത്തേക്കെല്ലാം ചെയ്യാനൊക്കും. അതുകൊണ്ട് ദൈവത്തിനോട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ കുടുംബസൗകര്യങ്ങൾക്ക് വേണ്ടി, നമ്മളുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, നമ്മളുടെ ബന്ധുപത്രാദികളെ പൊതുവെ അങ്ങ് അവരെ അറിയുന്നു, അവരുടെ ആവശ്യങ്ങളെ അങ്ങ് നിറവേറ്റണമെങ്കിൽ അവർ ഇന്റർസീഡിങ് ലവ്, ഒരു പക്ഷപാതം ചെയ്യുന്ന ഒരു സ്നേഹം. പിന്നെ ഓഫ്കോഴ്സ് ചിലപ്പോൾ ഒരു സ്നേഹത്തിന്റെ വാക്കുകൾ പറയാനോ അവരോടൊന്ന് കേൾക്കാനോ നമ്മൾ വലിയ കാര്യങ്ങളൊന്നും ചെയ്യണ്ടായിരിക്കും. ചിലപ്പോൾ ഒന്ന് അവർ പറയുന്നൊന്ന് കേട്ടോണ്ടിരുന്നാൽ മതിയായിരിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞ അമ്മയും മോന്റെ കാര്യം പറഞ്ഞത്, അവര് ഒരു ക്രിസ്തീയ കുടുംബത്തിൽ നിന്നുള്ളവരാ, അത് വേർപെട്ട സഭയിലുള്ളവരാ, നമ്മുടെ ചർച്ച വെച്ചാ കേട്ടോ. അപ്പൊ പയ്യന് 30 വയസ്സായി. അപ്പം ഈ അപ്പനും അമ്മയൊന്നും എന്നെ ഒന്ന് കേൾക്കത്ത് പോലും ഇല്ല, എനിക്ക് വീട്ടിലൊരു വിലയില്ല, ഞാൻ പറയുന്നൊന്നും കേൾക്കത്ത് പോലും ഇല്ല. അപ്പൊ ഞാൻ എന്നിട്ട് ആദ്യം അമ്മയ്ക്ക് നല്ല ഡോസ് കൊടുത്ത് അമ്മയെ കൗൺസിൽ ചെയ്ത്, അപ്പം വന്നതുപോലും ഇല്ല. അപ്പൊ എന്റെ അടുത്ത് വരുന്നവർക്കുള്ള കുഴപ്പമില്ല, ഈ വാദി പ്രതിയാവും. ചിലപ്പോ മോനെ കൗൺസിൽ ചെയ്യാൻ വന്നാൽ ചിലപ്പോൾ അമ്മയായിരിക്കും കൗൺസിൽ ചെയ്ത് വിടുന്നത്, അത് കഴിഞ്ഞിട്ട് ഇനി മോനെ കൗൺസിൽ ചെയ്തത്. പക്ഷെ അവര് നല്ല അത് ഏറ്റെടുത്തു. പക്ഷെ ആ ഒരു നല്ല ഭാഗം ഒരു നല്ല ഭാഗം നമ്മള് പലപ്പോഴും കുഴപ്പമെന്ന് വെച്ചാല് എന്താണ് പറയുന്നേ, അങ്ങ് എപ്പോഴും ഒന്ന് കുറ്റപ്പെടുത്തലും
പഴിവാക്കും, ദുഷി നീ അങ്ങനെയാണ്, നീ അങ്ങനെയാണ്, നീ ഇങ്ങനെയാണ്, ഒന്ന് ഇരിക്കാൻ സമ്മതിക്കത്തില്ല, ഒന്ന് നിൽക്കാൻ സമ്മതിക്കത്തില്ല, നീ എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം കുറ്റവും കുറവും. മറിച്ച് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു യുനോ ഒരു എൻകറേജിങ് ലവ്, എൻകറേജിങ് വേർഡ്സ്, ഇന്റർസീഡിങ് ലവ് ആൻഡ് എൻകറേജിങ് ലവ്, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കാൻ, അവരെ ഒന്ന് കേൾക്കാൻ, അവർക്കൊരു സ്പേസ് കൊടുക്കാൻ, അവർക്ക് എന്താ പറയാനുള്ള, അവർക്ക് എന്താ സ്കൂളിൽ നിന്ന് വന്നു, തിരിച്ചു വന്നു, അല്ലെങ്കിൽ കോളേജിൽ നിന്ന് വന്നു, അവരുടെ കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാനുള്ള ഒരു സമയം. നമുക്ക് നമ്മൾ വലിയ കാര്യത്തിൽ എന്തോ പൈസ കൊടുക്കുന്ന കാര്യമല്ല, ഇപ്പൊ എന്തോ സൽപ്രവർത്തികൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക് എന്തോ കൊണ്ട് പൈസ കൊടുക്കുന്ന കാര്യമൊന്നും അല്ല നമ്മൾ പറയുന്നത്. അത് ദൈവം എന്തെങ്കിലും നമ്മളെ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കൊടുക്കാം. പക്ഷെ നമ്മള് മറ്റുള്ളവർക്ക് വേണ്ടി, നമ്മൾ മറ്റുള്ളവരെ നമ്മളെ പോലെ തന്നെ മറ്റുള്ളവരെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കാൻ, നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ ബന്ധത്തിലുള്ളവർക്ക് വേണ്ടി, നമ്മുടെ കൂട്ടുസൗകര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് എത്രയോ പേര് എന്തെല്ലാം കഷ്ടപ്പെടുന്ന ആൾക്കാര്, പല പല പ്രയാസത്തിലൊക്കെ അനുഭവിക്കുന്ന ആൾക്കാര്, നമ്മൾ എന്തെങ്കിലും ചെയ്താൽ അതൊരു ഇട്ടവട്ടത്തിലുള്ള ഒരു ചെറിയ എന്തെങ്കിലും ഒരു സഹായമായിരിക്കും. പക്ഷെ ദൈവം അവർക്ക് സഹായം അയക്കുവാണെങ്കിൽ എത്ര വലിയ സഹായം. ദൈവത്തോട് അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. പിന്നെ നമ്മളുടെ കോണ്ടാക്റ്റിലുള്ള, നമ്മളുടെ കോണ്ടാക്റ്റിൽ വരുന്ന ആൾക്കാരാണെങ്കിൽ നമുക്ക് അവരെ കേൾക്കാം, അവർക്ക് എന്തെങ്കിലും നല്ല വാക്കുകൾ പറയാം, അവരെ ഒന്ന് എൻകറേജ് ചെയ്യാം. പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് വെറുതെ പറഞ്ഞവർക്ക് പറയാനില്ല, അവരോട് പറയാം, പ്രേയിങ് ഫോർ യു, എല്ലാം ശരിയാവും, വ്യവസായിച്ചെല്ലാം നന്നായിട്ട് വരും. നമുക്ക് വലിയ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും. പക്ഷേ ചില കാര്യങ്ങൾ, യോസെഫിന്റെ സ്നേഹം നമ്മൾ കണ്ടില്ലേ, ഈ കാരാഗൃഹത്തിലെ യോസെഫിന് ആ കാരാഗൃഹത്തിൽ നിന്നുള്ള വഴി തുറന്നത് എങ്ങനെയാ? പാനപാത്രവാഹകനിലൂടെ, അല്ലെ, കബ്ബേറിലൂടെ. അവിടെ ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് നമ്മൾ നോക്കുമ്പം യോസെഫ് അവിടെ ഈ യോസെഫ് തന്റെ ജയിലില് തന്നോടുകൂടെ ദൈവം തന്നോടുകൂടി ആയിരുന്നു എന്നുള്ളതെല്ലാം സാക്ഷിയൊക്കെ പ്രാപിച്ച് അവന് മറ്റുള്ളവരുടെയൊക്കെ ഒരു ഇൻചാർജ് ഒക്കെ ആയിരിക്കുന്ന സമയമാ. അപ്പോ അവനൊരു ദിവസം നോക്കിയപ്പം എന്താ, അവൻ നോക്കിയപ്പോ അതിന്റെ 40-ാം അധ്യായം, ഉൽപ്പത്തി പുസ്തകം, ജെനസിസ് ചാപ്റ്റർ 40, 40-ാം അധ്യായത്തിന് 6-ാമത്തെ വാക്യം, രാവിലെ യോസേഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. അവര് എന്തെങ്കിലും യോസേഫിന്റെ അടുക്ക് ഇങ്ങോട്ട് വന്ന് പറഞ്ഞതൊന്നും അല്ല. ചിലപ്പോ നമ്മളുടെ സുഹൃത്തുക്കള്, ബന്ധുക്കള്, നമ്മൾ തന്നെ കൂട്ടു സഹോദരങ്ങള് ഒക്കെ ചിലപ്പോ അവര് ചിലപ്പോ നിരാശപ്പെട്ടിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കും. അപ്പൊ എന്നാ യോസേഫിന് അത് കാണാൻ ഒരു കണ്ണുണ്ടായിരുന്നു. യോസേഫിന് വേണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുക, അയ്യോ പാവം, ഞാനൊരു പാവമായിരുന്നു, എന്നെ എല്ലാരും പിടിച്ച്, എന്നെ സഹോദരങ്ങൾ പിടിച്ച് പൊട്ടക്കിണറ്റിൽ ഇട്ടതാണേ, ഞാൻ പോത്തിഫറിന്റെ കുടുംബത്തിൽ വലിയ ഏറ്റവും ആത്മാർത്ഥമായിട്ടൊക്കെ ചെയ്തു, ആ ദുഷ്ടയായ സ്ത്രീ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെ പറഞ്ഞതാ എന്നൊക്കെ പറഞ്ഞ് യോസേഫിന് വേണമെങ്കിൽ ഓരോ ദിവസവും പത്രസമ്മേളനമൊക്കെ നടത്തി പല കാര്യങ്ങളൊക്കെ, പത്രസമ്മേളനം എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് എല്ലാവരുടെയും വിളിച്ചു കൂട്ടി തന്റെ പരിദേവനങ്ങളൊക്കെ പറഞ്ഞു വേണമെങ്കിൽ സ്വയം സഹതാപത്തിൽ അങ്ങ് ഇരിക്കായിരുന്നു. പക്ഷെ യോസേഫ് അതെല്ലാം ദൈവം കാണുന്നു, ദൈവം എന്റെ കൂടെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവര് അവിടെ ജയിലിലുള്ള ബാക്കിയുള്ളവരുടെ മുഖഭാവം ശ്രദ്ധിക്കുവാനുള്ളൊരു കണ്ണ് യോസേഫിനുണ്ടായിരുന്നു. അതാ നമ്മള് അതിന്റെ തൊട്ട് മുമ്പേ 5-ാമത്തെ വാക്യം, മിസ്രയീം രാജാവിന്റെ പാനപാത്രവാഹകനും അപ്പക്കാരനും, അതായത് കബ്ബേറും ബേക്കറും, ഇങ്ങനെ കാരാഗൃഹത്തിൽ ബദ്ധന്മാരായിരുന്ന, വെച്ചാല് കാരാഗൃഹത്തില് അടയ്ക്കപ്പെട്ടിരുന്ന, ബന്ധിതരായിരുന്ന രണ്ടുപേരും ഒരു രാത്രിയിൽ തന്നെ വെവ്വേറെ അർത്ഥമുള്ള ഒരേ സ്വപ്നം കണ്ടു. രാവിലെ യോസേഫ് അവരുടെ അടുക്കൽ വന്ന് നോക്കിയപ്പോൾ അവർ വിഷാദിച്ചിരിക്കുന്നത് കണ്ടു. ബിഹോൾഡ് ദേ വർ ഡിജക്റ്റഡ്. അപ്പൊ എന്ത് ചെയ്തു? അവര് വിഷാദിച്ചിരിക്കുന്നെങ്കിൽ വിഷാദിച്ചിരിക്കട്ടെ, നമുക്ക് എന്തോ കാര്യം, നമുക്ക് നമ്മുടെ കാര്യം നോക്കാം, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് പറഞ്ഞില്ല. മറിച്ച് എന്താ, അവൻ യജമാന്റെ വീട്ടിൽ തന്നോടുകൂടി തടവിൽ കിടക്കുന്നവരായ ഫറവോന്റെ ഉദ്യോഗസ്ഥന്മാരോട്, നിങ്ങൾ ഇന്ന് വിഷാദഭാവത്തോടെ ഇരിക്കുന്നത് എന്തെന്ന് ചോദിച്ചു. വൈ ആർ യുവർ ഫേസസ് സോ സാഡ് ടുഡേ എന്നുള്ള ഒരു ചോദ്യം. അപ്പൊ ആ ചോദ്യത്തിലൂടെയാണ് പിന്നെ ആ ഒരു എന്താണ് പറയുന്നേ, അവന്റെ ഡ്രീം, അവരുടെ സ്വപ്നമൊക്കെ വിവരിച്ചു കൊടുക്കുന്നത്. പിന്നീട് 2 വർഷം പാനപാത്രവാഹവും മറക്കുകയൊക്കെ ചെയ്തു. പക്ഷെ എങ്കിലും ദൈവത്തിന്റെ പെർഫെക്റ്റ് ടൈമിങ്ങിൽ യോസേഫ് പുറത്തേക്ക് ഇറങ്ങാനായിട്ടുള്ള ഒരു വഴി തുറക്കുന്നത് യോസേഫിന്റെ ആ ഒരു മറ്റുള്ളവരോടുള്ള ഒരു കരുതൽ. നമുക്ക് അതുപോലെ നമ്മളുടെ കൂടെ ഉള്ളവരോട്, നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, നമ്മുടെ കുഞ്ഞുങ്ങളെ ഇടയ്ക്ക് വിഷമിച്ചിരിക്കുമ്പോൾ നമുക്കത് കാണാൻ ഒരു കണ്ണുണ്ടോ? കുഞ്ഞുങ്ങളെ അവർക്ക് പല സ്ട്രഗിൾസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. എന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വിഷമിച്ചിരിക്കുമ്പോൾ അത് കാണാനൊരു കണ്ണ് നമുക്കുണ്ടോ? അവരുടെ ഹൃദയത്തില് എന്തൊക്കെയായിരിക്കും, അവരുടെ സ്ട്രഗിൾസ് എന്തൊക്കെയായിരിക്കും എന്നുള്ള അല്ലെങ്കിൽ നമ്മളുടെ കൂട്ടുകാരായിരിക്കും, കൂട്ടു സഹോദരങ്ങളായിരിക്കും, അവരുടെയൊക്കെ നമ്മുടെ ഭാര്യ, നമ്മുടെ ഭർത്താവ്, അവരുടെ ശബ്ദത്തിൽ ഒരു ചെറിയ മാറ്റമുള്ളപ്പം എന്ത് പറ്റി, എന്തെങ്കിലും വിഷമമുണ്ടോ?
ഞാൻ മുമ്പേ പറഞ്ഞ് വിഷമായി പോയോ എന്ന് ചോദിക്കുന്ന എത്ര ഭർത്താക്കന്മാരുണ്ട്, എത്ര ഭാര്യമാരുണ്ട്. വെച്ചാൽ നമ്മളുടെ ഭാര്യയുടെ ഭർത്താവിന്റെ ഒക്കെ ആ ഒരു ചെറിയ ചലനങ്ങളെ പോലും സെൻസ് ചെയ്ത് നമ്മള് ആ, ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു എന്ന് പറയുമ്പോൾ ആരെങ്കിലും ഇവിടെ ധ്യാനിച്ചിരിപ്പുണ്ടോ? എല്ലാവരും എന്നെ നോക്കുന്നുണ്ടല്ലോ. ഭർത്താവ് ഭാര്യയുടെ തലയാകുന്നു എന്ന് പറയുമ്പോൾ ഇത് ഹെഡ് ഓഫ് ദി സായിബർ ചോദിക്കുന്നത് ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ആണോ, ഹെഡ് ഓഫ് ദി കമ്പനി ആണോ, ഓ ഹെഡ് ഓഫ് ദി ബോഡി ആണോ? ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുമ്പോ ഇങ്ങനെ ഞാൻ പറയുന്നു എല്ലാവരും ആ ഇങ്ങനെ ഇന്ന് ഇതാണ് ഓർഡർ ഏൽപ്പിക്കുന്ന അങ്ങനെയുള്ള ഒരു ഹെഡാണോ, മറിച്ച് ഇങ്ങനെ ഭാര്യയുടെ തലയാകുന്നു എന്ന് പറയുമ്പോൾ എന്താ ആ ഒരു തല, ബ്രെയിൻ, നമ്മുടെ ശരീരത്തിൽ എവിടെയെങ്കിലും ഒരു മുറിവുണ്ടായപ്പോ ഇപ്പൊ പ്രാർത്ഥന ബേബിയുടെ കൈമുട്ടിൽ ഇന്നലെ 2 ദിവസം മുമ്പ് ഒരു മുറിവുണ്ടായില്ലേ? മുറിവുണ്ടായപ്പോ അത് ഇപ്പൊ പെട്ടെന്ന് ഹീലായി. അതെങ്ങനെ ഹീലായി എന്നുവെച്ചാൽ ബ്രെയിൻ അത് സെൻസ് ചെയ്തു, തലച്ചോറ് സെൻസ് ചെയ്തു. തലച്ചോറ് സെൻസ് ചെയ്തിട്ട്, തലച്ചോറ് എന്ന് പറഞ്ഞാൽ തല എന്ന് പറയുമ്പോൾ പൗലോസ് അവിടെ തല എന്ന് പറയുമ്പോൾ തലച്ചോറിനെയാ ഉദ്ദേശിക്കുന്നത്. എന്നുവെച്ചാൽ ശരീരത്തിലെ അവയവങ്ങളായിട്ട് 1 Corinthians 12 പൗലോസ് പറയുമ്പോൾ കണ്ണും മൂക്കും ഒക്കെ പറയുന്നുണ്ട്. അപ്പൊ തലേന്ന് പറയുമ്പോൾ ഈ കഴുത്തിന് മേലോട്ടുള്ള ഭാഗം എന്നുള്ള ഉദ്ദേശമല്ല, തലച്ചോറ്, ബ്രെയിൻ എന്നുള്ള അർത്ഥത്തില് ഹെഡ് എന്നുള്ള വാക്ക് അവിടെ പൗലോസ് ഉപയോഗിക്കുന്നു. അപ്പം അപ്പൊ ഈ മുറിവുണ്ടാവുമ്പോ എങ്ങനെയാണ് ഉണങ്ങുന്നേ? തലച്ചോറ് സെൻസ് ചെയ്യുമോ ഇവിടെ എന്റെ ശരീരത്തിൽ ഇവിടെ ഒരു മുറിവുണ്ടായിട്ടുണ്ട്, അപ്പൊ അത് സെൻസ് ചെയ്ത് ശ്വേത രക്താണുക്കൾ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവില്ല. വൈറ്റ് ബ്ലഡ് സെൽസ് എന്ന് പറയാൻ നമുക്ക് മനസ്സിലാവും അല്ലേ? വൈറ്റ് ബ്ലഡ് സെൽസ് എങ്ങനെ അതിന്റെ മെക്കാനിസം ഒക്കെ ഇവിടെ നമ്മൾ ബയോളജി സ്റ്റുഡൻസ് ഒക്കെ പഠിച്ചിട്ടുണ്ടായിരിക്കും. ഇൻഫ്ലമേഷൻ വരും, അത് പിന്നെ നമ്മൾ അതിന്റെ കൂടെ കുറച്ച് ഓയിൻമെന്റ് കാര്യങ്ങളൊക്കെ പുരട്ടി ആന്റിബയോട്ടിക് ഒക്കെ വേണമെങ്കിൽ ഇത് ചെയ്യുമ്പോൾ എന്താ പറ്റുന്നേ? ആ തല അതിന്റെ ആ ശരീരത്തിന്റെ നീഡ് സെൻസ് ചെയ്ത് അവിടെ ആ മുറിവ് ഉണക്കാനായിട്ട് ശ്രമിക്കുന്നു. പറയുന്നത് പോലെ ഭർത്താവ് ഭാര്യമാരുടെ ആ ഒരു അവർക്ക് അവരുടേതായ ചില പ്രയാസങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം ഒരു ഭർത്താവും ഭാര്യയും കൂടെ ടിപ്പിക്കലായിട്ടുള്ള ഒരു ഭാര്യ ഭർത്താവും കൂടെ വഴക്കടിച്ച് ഇങ്ങനെ അവര് കൗൺസിലിങ്ങിന് വന്നു. അപ്പൊ ഭർത്താവ് പറഞ്ഞ, ഡോക്ടർ ഇവിടെ എപ്പോഴും ഒന്നും കരച്ചില്ല, എന്താ പറഞ്ഞാലും നീ എന്ന് പറഞ്ഞ് മുങ്ങിക്കൊണ്ടിരിക്കും, ഞാനൊന്നും പറയാൻ പറ്റത്തില്ല, പിന്നെ ഒന്നും മിണ്ടത്തില്ല, ഇവിടെ ഒന്ന് വാദമൊന്ന് പറഞ്ഞാലേ. ഞാൻ സ്ഥിരം ചെയ്തതുപോലെ ഭാര്യയെ കൗൺസിലിംഗ് കൊണ്ടുവന്നു. ഞാൻ ഭർത്താവിന് നല്ല ഡോസ് കൊടുത്തു. ഭർത്താവിനെ ആദ്യം കൗൺസിൽ ചെയ്തു. ഭർത്താവിനെ കൗൺസിൽ ചെയ്തപ്പോൾ തന്നെ എനിക്ക് വളരെ റിലീഫായി. അവരുടെ മുഖം ശരിക്കും പ്രശ്നം വളരെ ട്യൂബ്ലൈറ്റ് കത്തിച്ചതുപോലെ എനിക്ക് ആശ്വാസമായി. ആദ്യമായിട്ടാണ് എന്റെ ഭർത്താവിനെ ആരെങ്കിലും ഒന്ന് തിരുത്തുന്നത്. പുള്ളി ഇങ്ങനെ രാജാവായിട്ടൊക്കെ ഇരിക്കുമായിരുന്നു. അതിന് പിന്നെ ഭാര്യക്ക് പിന്നെ കുറച്ച് ഉറക്കക്കുറവും ടെൻഷനൊക്കെ ഉള്ളതുകൊണ്ട് അതിന്റെ കുറച്ച് മരുന്നും കാര്യങ്ങളൊക്കെ കൊടുത്തു. പക്ഷെ ഭർത്താവിന് നല്ല ഡോസ് കൊടുത്തപ്പോൾ തന്നെ ഭാര്യയ്ക്ക് വലിയ ആശ്വാസമായി. അത് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. ഇത് വേറൊരു എന്താ പറഞ്ഞേ, അത് ഞാൻ വെറുതെ എന്തെങ്കിലും കഥകൾ പറയാലോ, ഉള്ള കാര്യങ്ങൾ പറയും. ചെറിയ ഭാര്യയ്ക്ക് അങ്ങ് അമ്മായിയുമായിട്ട് ഭയങ്കര പോര്, ഭാര്യയ്ക്ക് അതായത് ഭർത്താവിന്റെ അമ്മയായിട്ട് ഭയങ്കര പോര്. അതിട്ട് ഭർത്താവ്, ഞാൻ എന്ത് ചെയ്യാനാ ഡോക്ടറെ, എന്റെ അമ്മയായി പോയില്ലേ, എനിക്ക് എടുത്ത് കളയാൻ പറ്റൂ. അപ്പൊ ഞാൻ അതിട്ട് ഭർത്താവിന് ചില കാര്യങ്ങൾ, ഭർത്താവ് ഫേമായിട്ട് നിൽക്കേണ്ട ചില കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഭർത്താവിന് നല്ല ഡോസൊക്കെ കൊടുത്ത് പിന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ മരുന്ന് കൊടുത്തു. പക്ഷെ പിറ്റേ പ്രാവശ്യം വന്നപ്പോ അവരത്തൊക്കെ എനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല. ഭാര്യ അതുപോലെ വലിയ സന്തുഷ്ടവതിയായിട്ടാണ് വന്നേക്കുന്നത്. ചില ആ പ്രോബ്ലംസ് ഒക്കെ അതുപോലെ തന്നെ ഉണ്ട്. പക്ഷേ ഭർത്താവ് എന്റെ സപ്പോർട്ടിനായിട്ടുണ്ടെന്നുള്ള ഒരു കാര്യം മതി ഭാര്യമാർക്ക്. വെച്ചാൽ ഭാര്യമാർക്ക് എന്തോ മലമറിച്ചിടുന്ന എന്തോ വലിയ കാര്യങ്ങളൊന്നും ചെയ്ത് അമ്മയമ്മ ഭസ്മാക്കണമെന്നൊന്നും അവർ വിചാരിക്കുന്നില്ല. മറിച്ച് എന്ത് പറഞ്ഞാലും ഭർത്താവ് എന്റെ കൂടെ ഉണ്ട്. ഭർത്താവ് എന്റെ കാര്യങ്ങൾ കേൾക്കാൻ, അമ്മയോട് ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങൾ പറയണമെന്നുണ്ടെങ്കിൽ അത് പറയാനൊരു നട്ടലുള്ള ഭർത്താവ് എനിക്കുണ്ട് എന്നുള്ളൊരു കാര്യം മതി അവർക്കൊന്ന് ചാരാനും. അപ്പൊ അതായത് മറ്റേ ഈ കരയുന്ന ഭാര്യയുടെ ഭർത്താവിനോട് ഞാൻ പറഞ്ഞു, നിങ്ങളൊരു സ്ത്രീ അല്ല, അതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല. സ്ത്രീകളാകുമ്പോൾ അവർക്ക് കുറച്ച് ഹോർമോണൽ ചേഞ്ചസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ കുറച്ച് ബയോളജി ക്ലാസ് ഒക്കെ എടുത്തു കൊടുത്ത് ഈ സ്ത്രീകളിലെ കുറച്ച് പല ഹോർമോണും കാര്യങ്ങളൊക്കെ സൈക്ലിക്കൽ കാര്യങ്ങളൊക്കെ ഉണ്ട്. അവർക്ക് കുറച്ച് ഇമോഷണൽ ആയിട്ടൊക്കെ ആവും. അപ്പൊ അത് അവര് സ്ത്രീ ആയതുകൊണ്ട്, നിങ്ങൾ പുരുഷനായതുകൊണ്ട് നിങ്ങൾക്ക് അറിയത്തില്ല എന്ന് പറയുന്ന പോലെ. ഇപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ആ ഒരു സെൻസിറ്റീവ് ഒരു ഭർത്താക്കന്മാര് ഭാര്യമാര് അതുപോലെ സെൻസിറ്റീവ്. അതുപോലെ തന്നെ ഭാര്യമാരും ഭർത്താക്കന്മാരും ഭർത്താക്കന്മാർക്ക് അവരുടേതായ പല സ്ട്രഗിൾസും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പല ടെംപ്ടേഷൻസിന്റെ കാര്യത്തിലും ഒക്കെ ഭർത്താക്കന്മാർക്ക് പുരുഷനെന്ന നിലയിൽ അവർക്ക് അവർക്ക് പല പോരാട്ടങ്ങളും കാര്യങ്ങളും ഒക്കെ പല ഏരിയാസിൽ അവർക്ക് സ്ട്രോങ് ആയിട്ടുണ്ട്. അപ്പം അദ്ദേഹം ഒരു പുരുഷനാണ്, ഞാനാണ് അതിനെ സഹായിക്കേണ്ടത്, ഞാനാണ് സഹകരിക്കേണ്ടത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയൊക്കെ ഉള്ള ആ ഒരു തലയായിട്ട് കണ്ട് ലുക്കപ്പ് ചെയ്ത് എപ്പോഴും ഭർത്താവിനെ ഞോണ്ടിക്കൊണ്ട് ചൊറിഞ്ഞുകൊണ്ടിരിക്കാതെ എന്ത് ചെയ്യണം, ഭർത്താവിനെ
സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയായിട്ട്. എപ്പോഴും ചൊറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഭാര്യ എങ്ങനെയാണെന്നാ പറയുന്നേ? സദൃശവാക്യം 12:3. നമ്മളത് ശരിക്കും മലയാളം പരിഭാഷയിൽ അത്ര നല്ല പരിഭാഷ അല്ലത്, ഇംഗ്ലീഷിൽ അത് കുറച്ചുകൂടെ നമ്മളത് വായിച്ചിട്ടുണ്ട്. 12:4 എനിക്ക് തോന്നി, ഞാൻ നോക്കട്ടെ. സദൃശവാക്യം 12 അധ്യായത്തിന്റെ 12 അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യം. സാമർഥ്യമുള്ള സ്ത്രീ ഭർത്താവിനൊരു കിരീടം, നാണം കെട്ടവളോ എന്ന മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തേക്കുന്നേ. നാണം കെട്ടവളോ അവന്റെ അസ്ഥികൾക്ക് ദ്രവത്വം എന്ന ഇഹുഷെയിംസിൻ എന്നാ ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്നത്. അപ്പൊ ഞാനതിന്റെ ഹിബ്രു, നമ്മൾ ഇതിന് പറഞ്ഞിട്ടുള്ള കാര്യം, ഇത് ഹിബ്രു വാക്ക് എന്താ, ബൂഷ് എന്ന് പറഞ്ഞൊരു വാക്കാ. ബൂഷ് എന്ന് പറഞ്ഞ വാക്കിന് രണ്ടർത്ഥമുണ്ട്. ടു പുട്ട് ടു ഷെയിം ട്രാൻസിറ്റീവായിട്ട് ഇൻട്രാൻസിറ്റീവായിട്ട് ഉപയോഗിക്കും. ഇംഗ്ലീഷ് ഗ്രാമർ അറിയാവുന്നവർക്ക് അകർമ്മക ക്രിയയായിട്ട് സകർമ്മക ക്രിയയായിട്ട് ഉപയോഗിക്കുന്നത് വെച്ചാൽ നാണം കെട്ടവളെന്നും നാണം കെടുത്തുന്നവരെന്നും അവിടെ ട്രാൻസ്ലേറ്റ് ചെയ്യാം. ടു പുട്ട് ടു ഷെയിം എന്നുണ്ട്, ടു ബി അഷെയിംഡ് എന്നുള്ള അർത്ഥമുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞാൽ അവിടെ നാണം കെട്ടവൾ എന്നുള്ള രീതിയിൽ ആ ഒരു സ്വഭാവ ദൂഷ്യമുള്ള എന്നുള്ള അർത്ഥത്തിലുള്ള ഒരു ഇതുണ്ട്. എന്നാൽ നാണം കെടുത്തുന്നവൾ എന്ന് വെച്ചാല് ഭർത്താക്കന്മാരെ നാണം കെടുത്തുന്ന, ഭർത്താക്കന്മാരോട് ബഹുമാനമില്ലാതെ സംസാരിക്കുന്ന ഭാര്യമാര്, ഭർത്താക്കന്മാരെ ഒരു ഇടിച്ചു താഴ്ത്തി അവരോട് ബഹുമാനമില്ലാതെ സംസാരിക്കുന്നത്, അതെന്താ വചനവിരുദ്ധമായിട്ടുള്ള കാര്യമാണ്. അപ്പം കഴിഞ്ഞ ദിവസം ഒരു ഭാര്യ, വേറൊരു ഭാര്യയും ഭർത്താവും കൂടെ ഓൺലൈൻ കൺസൾട്ടേഷനാണ്. അതും വിശ്വാസികളായിട്ടുള്ളവരെന്ന് പറയുന്നവരാണ്, നമ്മുടെ ചർച്ചിലുള്ളവരെന്ന് പറഞ്ഞ അങ്ങ് ശരിക്കും പറഞ്ഞാൽ ഭാര്യയ്ക്ക് പ്രയാസം. പക്ഷെ ഭാര്യ പറഞ്ഞ് ഭർത്താവാണ് പ്രയാസം. അത് പറയുമ്പോൾ തന്നെ നമുക്ക് അറിയാം എന്താ ഇവിടെ ആരാണ് ഭരിക്കുന്നത് എന്നുള്ള കാര്യം. വീട് ഭരിക്കുന്നത് ഈ ഭാര്യയാണ്. ഞാൻ നിങ്ങളെ ആരും ഒന്നും ഉദ്ദേശിച്ചൊന്നും അല്ലാണ്ട് പറഞ്ഞു, ഞാൻ ജനറലായിട്ട് ചില കാര്യങ്ങൾ പറയൂ. ഇപ്പൊ എന്നെ കുറിച്ച് പറയുന്നത് എന്നെ കുറിച്ച് മാത്രമേ പറയുന്നത് നിങ്ങളാരും പറയല്ലേ. ചിലപ്പോ ഒരു ഭയങ്കര ഡോമിനന്റ് ആയിട്ടുള്ള ഭർത്താവ് പാവം, ഇങ്ങനെ ഒന്നും മിണ്ടാൻ പോലും പറ്റാതെ പുള്ളിക്കാരത്തിയുടെ കൊടുങ്കാറ്റിൽ ഇങ്ങനെ പേടിച്ചരണ്ടിരിക്കുന്ന ഒരു ഭർത്താവായി പോയി. അപ്പൊ അറിയിട്ട് പിന്നെ ഭർത്താവ് പിന്നെ എന്നെ പിന്നെ പേഴ്സണലായിട്ട് ഫോൺ വിളിച്ച് ഞാൻ പിന്നെ ഭർത്താവിന് കൊടുക്കണം, ഇവർക്ക് എങ്ങനെയെങ്കിലും ഡോസ് കൊടുക്കേണ്ട കാര്യമൊക്കെ ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പൊ ഞാൻ പറഞ്ഞു വെച്ചാൽ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ നമ്മുടെ ചാരിറ്റി ലവ് ബിഗിൻസ് അറ്റ് ഹോം. നമ്മളുടെ ഭാര്യയോട്, ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോടൊക്കെ ഉള്ള ഒരു സ്നേഹം, മനസ്സിൽ ഓക്സിറ്റോസിൻ ആയിട്ട് നമ്മളെപ്പോഴും പറയാറുണ്ട്. എന്താ ലവ് ഹോർമോൺ, കടൽ ഹോർമോൺ. എങ്ങനെ നമുക്ക് ഹാപ്പി ഹോർമോൺസിൽ ഒന്നാണ് ഓക്സിറ്റോസിൻ. ഓക്സിറ്റോസിൻ എങ്ങനെ കിട്ടുന്നേ? നമ്മളുടെ കുടുംബാംഗങ്ങളോട്, നമ്മുടെ അപ്പനോട്, അമ്മയോട്, ഭാര്യയോട്, ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോട്, സഹോദരങ്ങളോടെല്ലാം നമ്മൾ അതുപോലെ ഒന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കും. നമ്മുടെ അപ്പനമ്മമാർ എത്ര പേര് നിങ്ങളുടെ കുഞ്ഞുങ്ങളെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നുണ്ട്. നമ്മൾ കഴിഞ്ഞ മദേഴ്സ് ഡേ നമുക്ക് മിസ്സായി പോയി. അന്ന് എനിക്ക് കമ്പൈൻ മീറ്റിംഗ് ഞാനും ഓർത്തില്ല. മദേഴ്സ് ഡേ പിന്നെ നമ്മുടെ NCCF-ലൊക്കെ അവിടെ വലിയ ആഘോഷം മെസ്സേജും ഒക്കെ ആയിട്ട് കണ്ടപ്പോഴേ നമ്മൾ മദേഴ്സ് ഡേ മദേഴ്സിനെ ഒന്ന് എഴുന്നേൽപ്പിച്ച് നിർത്തി ഒന്ന് കൈയടിക്കാൻ പോലും നമ്മൾ മറന്നുപോയല്ലോ എന്നുള്ള കാര്യം ഓർത്ത്. ഇനിയെങ്കിലും നിങ്ങളെങ്കിലും ഓർപ്പിക്കണേ. അപ്പൊ ഇനിയിപ്പോ ഫാദേഴ്സ് ഡേ വരുന്നുണ്ട്, അത് എപ്പോഴാണ് ഏതായാലും ഓർത്താൽ മതി. അപ്പൊ ഞാൻ പറഞ്ഞതെന്ന് വെച്ചാല് മറ്റുള്ളവർ വിലമതിക്കാൻ, ആ കുടുംബാംഗങ്ങളെ അതുപോലെ സഹോദരങ്ങൾ തമ്മിൽ അങ്ങനെ ഒരു ചേർത്തണയ്ക്കുന്ന ഒരു സ്നേഹമുണ്ടോ? അതുപോലെ എപ്പോഴാ അവസാനമായിട്ട് മകന് അല്ലെങ്കിൽ മകൾക്ക് ഒരു ഉമ്മ കൊടുത്തേ, ഒന്ന് കെട്ടിപ്പിടിച്ചൊരു ഉമ്മ കൊടുത്തേ? എപ്പോഴാ നിങ്ങൾ അപ്പനെയും അമ്മയും അവസാനമായിട്ട് ഒന്ന് ഹഗ് ചെയ്തേ? പെട്ടെന്ന് ഇവരൊന്നും ഇല്ലെങ്കിൽ, ഈ ലോകത്ത് ഇല്ലെങ്കിൽ എന്തുമായിരിക്കും അവസ്ഥ? അപ്പൊ അങ്ങനെ ആ ഹഗ്ഗിങ് അതുപോലെ നമ്മൾ ചേർത്തണയ്ക്കുമ്പോഴായി കടിൽ ഹോർമോൺ എന്നാ പറയുന്നത്. അങ്ങനെ കടിൽ ചെയ്യുമ്പോൾ, അങ്ങനെ സ്നേഹത്തോട് ചേർത്തടയ്ക്കുമ്പോഴാണ് നമ്മളുടെ സ്ട്രെസ് ഒക്കെ റിലീവ്ഡ് ആവുന്നത്, നമ്മുടെ ഹാപ്പി ഹോർമോൺസ്. അതിനു വേണ്ടി ദൈവം നമുക്ക് നല്ല ഊഷ്മള ബന്ധങ്ങളെ തന്നിട്ടുള്ളത്. അപ്പൊ നമ്മള് എന്താണ് പറയുന്നത്, നമ്മളുടെ കുടുംബത്തിൽ അതുപോലുള്ള ഒരു സ്നേഹവും തൊട്ടേനും പിടിച്ചതും എല്ലാം കുറ്റം പറിച്ചതും ശരിയാണ്. നമ്മൾ തെറ്റ് ചെയ്യുമ്പോൾ അത് പലപ്പോഴും ഉള്ള കുഴപ്പമെന്ന് പറഞ്ഞാൽ ഈ എന്താ പറയുക, തെറ്റ് ചെയ്യാത്ത സമയത്തൊക്കെ കൊച്ചുങ്ങളെ ആരും മൈൻഡ് ചെയ്യത്തില്ല. തെറ്റ് ചെയ്യുന്ന സമയത്തേക്ക് അപ്പൊ വന്ന് അയ്യോ തേനെ പാലെന്ന് പറഞ്ഞ് അവരുടെ വാശിക്ക് പണം വെച്ച് കൊടുക്കുന്നത്. തെറ്റ് ചെയ്യാത്ത സമയത്ത് ഒത്തിരി സ്നേഹവും വാത്സല്യം കൊടുക്കണം. തെറ്റുന്ന സമയത്ത് നമ്മൾ ശരിയാണ് കർക്കശമായിട്ട് വടിയെടുക്കേണ്ട സമയത്ത് വടിയെടുക്കണം, കർക്കശമായിട്ട് പറയേണ്ട സമയത്ത് നമ്മൾ കർക്കശത്തോടെ തന്നെ പറയണം. എന്നാ ബാക്കിയുള്ള സമയം ഉണ്ടല്ലോ, അവരെപ്പോഴും ഇങ്ങനെ വാശി കാണിച്ചുകൊണ്ടിരിക്കുമല്ലോ. ബാക്കിയുള്ള സമയത്ത് അവരെ ഒന്ന് ചേർത്തണച്ച് അവരോടൊരു നല്ല വാക്ക് പറയാൻ എല്ലാവരും എന്നെ നോക്കുന്നുണ്ടല്ലോ അല്ലെ? അവര് ആ ഒരു സ്നേഹത്തോടുള്ള വാക്കുകൾ പറയാന്, വിലമതിക്കാന്, ഒരു അപ്രീഷിയേറ്റിംഗ് വേർഡ്സ് പറയാന്, അവരും ഭാര്യ ഭർത്തൃ ബന്ധത്തിലേക്ക് എപ്പോഴാണ് ലാസ്റ്റ് ഭാര്യയോട് താങ്ക് യു അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് പറഞ്ഞിട്ടുള്ളത്? എന്താണ് പറയുന്നത്, ഒരു അപ്രീഷിയേറ്റ് ചെയ്ത് അഭിനന്ദിച്ചുകൊണ്ടുള്ള വാക്കുകൾ നമ്മൾ എപ്പോഴാണ് ലാസ്റ്റ് പറഞ്ഞിട്ടുള്ളത്?
സൈക്ലോത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാപ്പിയായിട്ട് വരുമ്പോ താങ്ക് എന്ന് പറഞ്ഞാൽ അവര് ഞെട്ടി ഇത് വേറെ ആരും ഇരിക്കും എന്നെ ഒരിക്കലും ഇങ്ങനെ ഒരു നല്ല വാക്ക് പറഞ്ഞ് ഞാൻ ഇത്രയും 50 വർഷത്തേക്ക് കേട്ടിട്ടില്ല എന്ന് പറഞ്ഞ് കാപ്പിയൊക്കെ ചിലപ്പോ തിളച്ച തൂവി കപ്പ് ഓവർഫ്ലോ ചെയ്ത് പോകും എന്ന് പറഞ്ഞ അല്ലെ, അങ്ങനെ ആരും ഞെട്ടിപ്പിക്കണമെന്നല്ല, എങ്കിലും പതുക്കെ ഗ്രേഡഡ് ആയിട്ടെങ്കിലും നല്ല വാക്കുകൾ, ഒരു നല്ല വാക്കുകൾ പറയാൻ, അവർ അപ്രീഷിയേറ്റ് ചെയ്ത് പറയാൻ, ഒരു ഇങ്ങനെ ഒരു നല്ല കറി ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്നും അത് ഉള്ള കാര്യങ്ങളൊക്കെ, ഇല്ലാത്ത കാര്യങ്ങളൊക്കെ മുളച്ചെന്ന് പറയണം എന്നുള്ളതല്ല, പക്ഷെ താങ്ക് യു പറയാൻ ഇത് നന്നായിട്ടുണ്ട്. അല്ലെങ്കിൽ വേറെ പല കാര്യങ്ങളൊക്കെ എത്രയും നമുക്ക് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ കുഞ്ഞുങ്ങളുടെ നല്ല എഫേർട്സ് അത് നമ്മൾ എത്ര അപ്രീഷിയേറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ഓരോ നല്ല കാര്യം നമ്മൾ എപ്പോഴെങ്കിലും ഒക്കെ വല്ലൊരു കാലത്തും ചെയ്യുന്ന കാര്യമല്ല, മറിച്ച് എപ്പോഴും കർത്താവ് അങ്ങനെ ആയിരുന്നു. കർത്താവ് ക്വിക്ക് ടു അപ്രീഷിയേറ്റ്. നഥാനിയലിനെ കണ്ടപ്പോഴത്തേക്കും നഥാനിയലിന്റെ സ്വന്തം ഗ്രാമമായിട്ടുള്ള നസ്രത്തിനെ കുറിച്ച് അപവാദം പറഞ്ഞ് ഇവനെ ഞാൻ നല്ല ഡോസ് കൊടുക്കാന്നല്ല കർത്താവ് പറഞ്ഞേ, ഇവന് സാക്ഷാൽ ഇസ്രായേലിന്, ഇവന് യാതൊരു കാപട്യവും ഇല്ല എന്ന് കർത്താവ് വളരെ അപ്രീഷിയേറ്റ് ചെയ്ത് പറയുമോ. കനാന്യ സ്ത്രീ, അവള് കനാന്യക്കാരിയാണ്, കനാന്യക്കാരെ എല്ലാം കൊന്നു കളയണമെന്നായിരുന്നു ദൈവത്തിന്റെ കൽപ്പന. എന്നാൽ അവളെങ്ങനെയോ രക്ഷപ്പെട്ട് ഇവിടെ അവളുടെ മകൾക്കായിട്ട് വന്നപ്പോ എന്താ കർത്താവ് വലിയ അവളുടെ ആ വിശ്വാസത്തെ, ഇത്രയും ഇസ്രായേലിന് പോലും ഇത്രയും വലിയ വിശ്വാസത്തെ കണ്ടിട്ടില്ല. പത്രോസിനോട് പറഞ്ഞു, എന്തോ അയ്യോ ജഡരക്തങ്ങളൊന്നും അല്ല നിനക്ക് വെളിപ്പെടുത്തുന്ന സ്വർഗ്ഗസ്വനായ പിതാവ് വെളിപ്പെടുത്തി തന്നെ എന്ന് പറഞ്ഞ് അപ്രീഷിയേറ്റ് ചെയ്യാൻ, അഭിനന്ദിക്കാൻ, ഒരു നല്ല വാക്ക് പറയാൻ കർത്താവിനൊരു ഫിസിക്കില്ലായിരുന്നു. പിന്നെന്താ മറ്റേ ആ റോമൻ ശതാധിപൻ, അവന് മിലിറ്ററിക്കാരൻ, അവന് ദൈവത്തിനൊന്നും അറിയത്തില്ല, പക്ഷെ അവന് അവന്റെ ആ ബാല്യക്കാരനോട് അവന്റെ വേലക്കാരനോടുള്ള സ്നേഹവും അവന്റെ വിശ്വാസവും താഴ്മയൊക്കെ കണ്ട് ഇത്ര വലിയ വിശ്വാസം കർത്താവ് അവിടെ ആശ്ചര്യപ്പെട്ടോ, വണ്ടർ അടിച്ചു പോയി എന്നൊക്കെ നമ്മളവിടെ മത്തായി 8-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പം മറ്റുള്ളവരിൽ എന്തെങ്കിലുമൊക്കെ ഒരു നന്മ കാണുമ്പോൾ അതിപ്പോ ആറ്റിലായിക്കോട്ടെ, ചിലപ്പോൾ അപരിചിതരിലായിരിക്കട്ടെ, എന്തെങ്കിലും നമുക്കൊരു നല്ല വാക്ക്, അത് പരിശുദ്ധാത്മാവ് നമ്മളെ നിറയുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ ഓർപ്പിക്കും. അപ്പൊ ആ കാര്യങ്ങള് പരിശുദ്ധാത്മാവ് നമ്മളെ സെൻസിറ്റൈസ് ചെയ്യുന്നതിന് വേണ്ടിയാണ് നമ്മൾ ഈ വചനം. നിന്റെ അയൽക്കാരനെ നിന്നെപ്പോലെ അതിനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ മറ്റുള്ളവരിലേക്ക് നമ്മൾ ഇടപെടുന്നവരിലേക്ക് നമ്മുടെ ഈ സ്നേഹം നിറഞ്ഞു കവിയുന്ന ഒഴുകുന്നുണ്ടോ? മറ്റുള്ളവരെ ഇപ്പൊ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്നാണ് അവിടെ പറഞ്ഞേക്കുന്നില്ലേ. നമ്മളിപ്പോ അത് വയസ്സിൽ തുടങ്ങിയത് മർക്കോസ് 12-ാം അധ്യായത്തില്. അവിടെ അപ്പൊ നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മളെ തന്നെ വെറുക്കണമെന്നല്ലേ നമ്മൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളുടെ സ്വയത്തെ വെറുക്കണം, ക്രൂശ് എടുക്കണം. ഇവിടെ പറയുന്നത് നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ അതെന്താ, എങ്ങനെ നമ്മൾ മനസ്സിലാക്കണ്ടേ? പലരും അതൊരു ഭയങ്കര കോൺട്രവേഴ്ഷ്യൽ ആയിട്ട് എന്താ ഇങ്ങനെ അങ്ങനെ പറയുന്നത്, ഇവിടെ പറയുന്നത് വെറുക്കണം, അവിടെ പറയുന്നത് സ്നേഹിക്കണം, അപ്പൊ നമ്മളെ സ്നേഹിച്ചാലേ നമ്മളുടെ അയൽക്കാരനെ സ്നേഹിക്കാൻ പറ്റില്ല. എന്താ നമ്മൾ വെറുക്കേണ്ടതായിട്ട് എന്താ ഉള്ളേ? നമ്മളുടെ ആത്മാവിനെ നമ്മൾ വെറുക്കണോ? വേണ്ട. നമ്മള് ദേഹിയെ നമ്മൾ വെറുക്കണോ? ദേഹിയെ നമ്മൾ വെറുക്കണ്ട, ദേഹത്തെ നമ്മൾ വെറുക്കണ്ട. എന്നാ നമ്മളുടെ ആത്മാവിനെയും ദേഹിയെയും വേർതിരിക്കുന്ന ഒരു സംഭവമുണ്ട്. എന്താ ജഡം, സ്വന്തം. ആ ജഡം എന്ന് പറയുന്നതാണ് സ്വന്തം ഇഷ്ടം അല്ലെങ്കിൽ സ്വയജീവൻ. ദേഹിയെ വെറുക്കണ്ട, എന്നാൽ ദേഹി ജീവനെ വെറുക്കണം. ദേഹി ജീവൻ എന്ന് പറഞ്ഞാല് ദേഹിയെ ഭരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ജഡത്തിന്റെ ഒരു സ്വയജീവനുണ്ട്. ആ സ്വയജീവനെ നമ്മൾ വെറുക്കണ്ടേ? അപ്പൊ നമ്മളെ തന്നെ വെറുത്ത് ക്രൂശ് എടുക്കണം എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ വെറുക്കണ്ടത്? നമ്മൾ ആത്മാവിനെ നമ്മൾ സ്നേഹിക്കുക വേണ്ടേ? നമ്മൾ ആത്മാവിനെ സ്നേഹിക്കുന്ന പറഞ്ഞാൽ എന്താ? നമ്മൾ ആത്മീയമായിട്ട് ഏറ്റവും അടുത്ത് കർത്താവിനോടായിരിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. നമ്മുടെ ആത്മാവിനെ നമ്മൾ സ്നേഹിക്കുകയാണെങ്കിൽ നമ്മുടെ ദേഹി എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സ്, നമ്മുടെ മനസ്സെന്ന് പറഞ്ഞാൽ നമ്മുടെ ചിന്തകളും നമ്മുടെ വികാരങ്ങളും നമ്മുടെ തീരുമാനങ്ങളും എല്ലാം അത് നമ്മളുടെ മനസ്സ് ഏറ്റവും ഷാർപ്പായിട്ട് ഇരിക്കാൻ വേണ്ടി നമ്മൾ പല കാര്യങ്ങള്, പല എക്സസൈസുകളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ ദേഹി അങ്ങ് ക്ഷയിച്ചു പോകാൻ വേണ്ടിയുള്ളതല്ല. നമ്മുടെ ദേഹി ജീവനാ ക്ഷയിച്ചു പോകണ്ടേ, അല്ലെങ്കിൽ സ്വയജീവനാ ക്ഷയിച്ചു പോകട്ടെ. പക്ഷെ നമ്മുടെ ദേഹി എന്ന് പറഞ്ഞാൽ നമുക്ക് ദൈവം തന്നിട്ടുള്ള കഴിവുകൾ നമുക്ക് ദേഹിയിലുള്ള നമുക്കിപ്പം പാടാനോ പറയാനോ നമുക്ക് എന്തെങ്കിലും ഓർമ്മയോ അതുപോലൊക്കെ പല കാര്യങ്ങളൊക്കെ നമ്മുടെ ദേഹിയെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. നമ്മുടെ ശരീരത്തെ നമ്മൾ ടേക്ക് കെയർ ചെയ്യണം. അപ്പൊ അത് പരിശുദ്ധാത്മാവിന്റെ ആലയമാണ്. അതുകൊണ്ട് മരുന്ന് പ്രോപ്പറായിട്ട് നമ്മൾ എക്സസൈസ് ചെയ്യും, ഡയറ്റും പ്രോപ്പറായിട്ടുള്ള മരുന്നുകൾ കഴിക്കും. അപ്പൊ നമ്മുടെ ആത്മാവിനെയും ദേഹിയും ദേഹത്തെയും എല്ലാം നമ്മൾ സ്നേഹിക്കണം. പക്ഷെ എന്തിനെ നമ്മൾ വെറുക്കേണ്ടതായിട്ടുള്ളൂ? ദൈവവചനത്തിന് വിരുദ്ധമായിട്ട് നമ്മളിൽ ഉയരുന്ന നമ്മുടെ സ്വയജീവൻ, സ്വന്തം ഇഷ്ടം, അതായത് ആത്മാവിനെയും ദേഹിയെയും വേർതിരിക്കുന്ന ഒരു തിരശ്ശീല എന്ന് നമ്മൾ കാണുന്ന ഒരു കാര്യം, അതാണ് നമ്മൾ വെറുക്കണം. അതാണ് ചിന്തകളേണ്ടത്. അപ്പം നമ്മെപ്പോലെ തന്നെ അയൽക്കാരനെ സ്നേഹിക്കണം എന്ന് പറയുമ്പോൾ നമ്മളുടെ ആത്മാവിനെയും ദേഹിയെയും ദേഹത്തെ നമ്മളെ ടേക്ക് കെയർ ചെയ്യാൻ നമ്മൾ ഉത്സാഹിക്കുന്ന അതുപോലെ മറ്റൊരാളെയും
നമുക്കതിന് ലിമിറ്റേഷൻ ഉണ്ട്. നമുക്കിപ്പം ലോകത്തിലുള്ള എല്ലാവർക്കും വേണ്ടി നമുക്ക് എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കാൻ പറ്റത്തില്ല. നമ്മളൊരു ഒരു ഹ്യൂമൻ ബീയിങ്, ഒരു മനുഷ്യനാണ്. ദൈവം നമ്മളെ കുടുംബങ്ങളിലാക്കി വെച്ചിരിക്കുന്നത്. അപ്പൊ ഒപ്പം നമുക്ക് കുടുംബത്തിലുള്ളവരോട് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട്. നമുക്ക് നമ്മുടെ കുടുംബത്തിലുള്ളവരോട്, നമ്മുടെ കേരളമുള്ളവരോട് നമുക്ക് കൂടുതൽ ഉത്തരവാദിത്വം ഉണ്ട്. എന്നാൽ നമുക്ക് ദൈവം നമുക്ക് തരുന്ന ആ ഒരു പ്രാപ്തിക്ക് അനുസരിച്ച് മറ്റുള്ളവർക്ക് എന്തെങ്കിലും ഒരു നന്മ ചെയ്യുവാൻ, ഇത് നമ്മള് മത്തായി 7:12 ഞാൻ കുറച്ച് വാക്യങ്ങളും കൂടെ വായിച്ചങ്ങ് നിർത്താം. മത്തായി 7:12 വാക്യത്തിൽ എന്താ വായിക്കുന്നത്? കർത്താവ് ന്യായപ്രമാണവും പ്രവാചകന്മാരും എല്ലാം കൂടെ പറഞ്ഞിരിക്കുന്ന കാര്യം ഇതാണെന്ന് പറയുക. എന്താ? മത്തായി 7:12 വാക്യം. ഇന്റർപേഴ്സണൽ റിലേഷൻഷിപ്പിലെ ഗോൾഡൻ റൂൾ ആയിട്ട് ഇന്റർപേഴ്സണൽ തെറാപ്പി, ഞങ്ങളുടെ സൈക്കോതെറാപ്പിയിൽ ഇന്റർപേഴ്സണൽ തെറാപ്പിയിൽ ഗോൾഡൻ റൂൾ ആയിട്ട് ഞാൻ കരുതുന്ന ഒരു കാര്യമാണ്. ഞാൻ ഈ 12 വാക്യം, മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് ഒക്കെയും നിങ്ങൾ അവർക്കും ചെയ്യുവിൻ. ന്യായപ്രമാണവും പ്രവാചകന്മാരും ഇത് തന്നെ. ഡു അൺടു others as you would like others to do unto you. Treat others in the same way as you would like others to treat you. അപ്പം അവിശ്വാസികളായിട്ടുള്ള ആൾക്കാർ വരുമ്പോൾ ഞാൻ ഈ വചനം കോട്ട് ചെയ്യത്തില്ല, പക്ഷെ ആ കാര്യമൊക്കെ പറയേ, മറ്റുള്ളവർ നിങ്ങൾക്ക് എങ്ങനെയാ ചെയ്യുന്ന ആഗ്രഹം. നിങ്ങളായിരുന്നു ഭർത്താവിന്റെ സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ നിങ്ങളായിരുന്നു ഭാര്യയുടെ സ്ഥാനത്ത്, നിങ്ങളായിരുന്നു കുഞ്ഞുങ്ങളുടെ സ്ഥാനത്ത്. ഞാൻ ഇന്നലെ അമ്മയോട് പറഞ്ഞു, മാഡം ആയിരുന്നു ഈ മോന്റെ സ്ഥാനത്തേക്ക്, എങ്ങനെയായിരിക്കും ഒരു അമ്മ പെരുമാറണമെന്നൊരു മോൻ ആഗ്രഹിക്കുന്നു. അമ്മ ശരിയാണ്, ഒത്തിരി കാര്യങ്ങളൊക്കെ മോന് വേണ്ടി ഒത്തിരി ചെയ്തിട്ടുണ്ടെന്ന് ഇല്ലെന്ന് ഞാൻ പറയുന്നത്. പക്ഷെ ഒരു അമ്മ എന്ന നിലയിൽ എങ്ങനെയുള്ള ഒരു പെരുമാറ്റമായിരിക്കും ഈ മോൻ ആഗ്രഹിക്കുന്നതെന്ന് ഒന്ന് മാഡം ചിന്തിക്കും. അതിനുശേഷം അതിനുശേഷം അമ്മയോടൊന്ന് സംസാരിക്കും. ഞാനായിരുന്നു മറ്റേ ആളുടെ സ്ഥാനത്തെങ്കിൽ, അതാ ട്രീറ്റ് അതേഴ്സ് ഇൻ ദ സെയിം വേ ആസ് യു വുഡ് ലൈക്ക് അദേഴ്സ് ടു ട്രീറ്റ് യു എന്ന് പറഞ്ഞാൽ എന്താ? ഞാനായിരുന്നു മറ്റേ ആളുടെ സ്ഥാനത്തെങ്കിൽ, നമ്മളിപ്പം ഭാര്യയുടെ സ്ഥാനത്തായിരുന്നെങ്കിൽ എങ്ങനെയായിരിക്കും? അപ്പൊ ഞാൻ പലപ്പോഴും ഈ പറഞ്ഞ ഭാര്യ നീ എന്ന് പറഞ്ഞ് കരയെന്ന് പറഞ്ഞ ഭർത്താവിനോട് ഞാൻ പറഞ്ഞ ഡയലോഗ് ഉണ്ട്. അവർക്ക് പെങ്കൊച്ചാ ഉള്ളേ. അപ്പൊ ഈ മോള് നാളെ വളർന്ന് വലുതായിട്ട് 10-25 വയസ്സാകുമ്പോൾ കെട്ടിച്ചു വിടുമ്പോൾ മരുമോൻ എങ്ങനെയായിരിക്കും മോളെ ടേക്ക് കെയർ ചെയ്യണം നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അതുപോലെ വേണം നിങ്ങൾ ഈ ഭാര്യയെ ടേക്ക് കെയർ ചെയ്യാൻ എന്ന് പറയുമ്പോൾ പുള്ളിക്ക് കുറച്ച് കത്തി. അപ്പോഴത്തേക്ക് ഭാര്യയുടെ ഒരു സന്തോഷം കണ്ടായിരുന്നു, ഒരു ഫോട്ടോ എടുത്ത് കണ്ട്. അതുപോലെ അവരൊക്കെ അല്ലാതെ അതുപോലെ വീർത്ത് കിട്ടി ഇങ്ങനെ ഒന്നും മിണ്ടാതെ ഇങ്ങനെ വന്നിരിക്കുമ്പോഴും ഭാര്യ ഒന്നും മിണ്ടുന്നില്ല. ഭർത്താവ് പറയുന്നത് ഇവളിങ്ങനെ ഇവളങ്ങനെ. അത് കഴിഞ്ഞിട്ട് പിന്നെ അയാളെ ഒന്ന് അടയ്ക്കുമ്പോഴത്തേക്ക് പുള്ളിക്കകത്ത് പിന്നെ അത് വാ തുറക്കാൻ തുടങ്ങി. പുള്ളിക്കകത്ത് ഒരു സ്പേസ് കിട്ടി എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. ഞാൻ പറയുന്നത് വെച്ചാൽ ആ ഒരു പലപ്പോഴും ഈ എന്താ പറയുന്നേ, മറ്റുള്ളവരോട് എങ്ങനെ പെരുമാറണം എന്നുള്ളത് എങ്ങനെയാ എന്റെ അമ്മയായിരുന്നു ആ സ്ഥാനത്ത്, എനിക്ക് എന്റെ മകളായിരുന്നു ആ സ്ഥാനത്തെങ്കിൽ, അല്ലെങ്കിൽ എന്റെ ഭാര്യയോടാണ് ഒരാൾ ഇങ്ങനെ പെരുമാറുന്നത്. അപ്പൊ ആ ഒരു മറ്റൊരാളുടെ വേറൊരാൾ, അത് പരിസ്ഥിതി നമുക്ക് ദൈവം നമുക്കൊരു ഇമാജിനേഷൻ സങ്കല്പിക്കുക എന്നുള്ളൊരു കപ്പാസിറ്റി തന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ദേഹിയിലുള്ള ഒരു കാര്യമാണ്. അപ്പൊ അത് വേണ്ടാത്ത കാര്യത്തെ എല്ലാം സങ്കല്പിക്കാനാ പിശാച് ജഡം നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്നാൽ പ്രോപ്പറായിട്ട് നമ്മൾ അത് പരിശുദ്ധാത്മ നമ്മളുടെ ആ ഇമാജിനേഷനെ കൺട്രോൾ ചെയ്യുമ്പം, ഞാനായിരുന്നു അയാളുടെ സ്ഥാനത്തേക്ക്, ഞാനായിരുന്നു ഒരു പേഷ്യന്റായിട്ട് ഇവിടെ വന്നിരിക്കുന്നത്, എങ്ങനെയായിരിക്കും ഒരു ഡോക്ടർ എന്നോട് പെരുമാറണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഇപ്പൊ നമ്മളൊരു നേഴ്സിന്റെ സ്ഥാനത്താണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു നേഴ്സ് ടേക്ക് കെയർ, അല്ലെങ്കിൽ ഞാനൊരു അധ്യാപകനാണെങ്കിൽ എങ്ങനെയായിരിക്കും ഒരു കുട്ടികളുടെ അധ്യാപകൻ എങ്ങനെ പെരുമാറണമെന്ന് ആഗ്രഹിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ അപ്പനമ്മമാര് കുഞ്ഞുങ്ങളോട് എങ്ങനെ പെരുമാറണമെന്നായിരിക്കും കുഞ്ഞുങ്ങളെ, ഞാനൊരു ചെറുപ്പക്കാരനായിരുന്നു, ഇപ്പൊ എന്റെ പേരൻസ് എങ്ങനെ പെരുമാറണമെന്നായിരുന്നു ഞാൻ ആഗ്രഹിച്ചത്. അതുപോലെ വേണം ഞാൻ എന്റെ കുഞ്ഞുങ്ങളോട് ഇന്ന് സംസാരിക്കാൻ, ഇടപെടാൻ, അവർക്ക് വേണ്ട കാര്യങ്ങൾ പറയാനും ചെയ്യാൻ കരുതുക. അത് ട്രീറ്റ് അതേഴ്സ് ഇൻ ദ സെയിം വേ ആസ് യു വുഡ് ലൈക്ക് അതേഴ്സ് ടു ട്രീറ്റ് യു. മറ്റുള്ള ഒരു മനുഷ്യൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു അത് തന്നെ നിങ്ങളൊന്ന് ചെയ്യുക. ആ ഒരു നന്മ ചെയ്യാനായിട്ട് അത് നമ്മളെ ഗലാത്യർ 6:10 വാക്യത്തിൽ എന്താ വായിക്കുന്നേ? നമ്മളെ ദൈവഗൃഹത്തിലുള്ളവർക്ക് എസ്പെഷ്യലി നന്മ ചെയ്യുക. പിന്നെ എല്ലാവർക്കും നന്മ ചെയ്യുക, നമുക്ക് ദൈവം പ്രാപ്തി തരുന്നോണം. അതെന്ന് വെച്ചാല് ഗലാത്യർ 6:10 വാക്യം, ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും വിശേഷാൽ സഹവിശ്വാസികൾക്കും നന്മ ചെയ്യുക. while we have opportunity, let us do good to all people. എല്ലാവർക്കും നന്മ ചെയ്യാനായിട്ടുള്ള ഒരു ഹൃദയം, എസ്പെഷ്യലി ടു those of. അതെന്താ വെച്ചാൽ നമുക്ക് നമ്മളുടെ കുടുംബമാണ് സഭ. അപ്പം സഭയിലുള്ളവർക്ക് എസ്പെഷ്യലി അത് വിശേഷ, അത് പുറത്തുള്ളവർക്ക് നമുക്ക് പറ്റുന്നത് പോലെ, ദൈവം നമുക്ക് പ്രേരണ നൽകുന്നത് പോലെ ഈ നന്മ പ്രവർത്തികളൊക്കെ ഒന്നുകിൽ അത് അഴുക്കുവരുടെ തുന്നു പോലെ ആയിപ്പോവും, അല്ലെങ്കിൽ എന്താ അത് മണവാട്ടി വസ്ത്രമായിട്ടായിത്തീരും. നമ്മളിപ്പം സ്നേഹിക്കുക, ആൾക്കാരെ നമ്മളെപ്പോലെ തന്നെ സ്നേഹിക്കുക, നന്മ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ഹ്യൂമൻ ആണെങ്കിൽ നമ്മളുടെ എല്ലാവരും എന്നെ കുറിച്ച് നല്ലത് പറയണം, അതിനുവേണ്ടിയാണ് നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നേ, അല്ലെങ്കിൽ മനുഷ്യമാനം കിട്ടാൻ വേണ്ടി, അല്ലെങ്കിൽ നമ്മളുടെ ഇത് മനസാക്ഷി ഒന്ന് തണുപ്പിക്കാൻ വേണ്ടി, അങ്ങനെ ഒരു മാനസികമായിട്ടുള്ള ഒരു ഇതിനു വേണ്ടി നമ്മൾ, അല്ലെങ്കിൽ ബാക്കിയുള്ളവർ എന്ത് പറയൂ, ഞാനത് ചെയ്തില്ലെങ്കിൽ ആൾക്കാർ എന്നെ കുറിച്ച് എന്ത് വിചാരിക്കുമായിരിക്കും, അതുകൊണ്ട് തന്നെ ചെയ്തേക്കാം, അങ്ങനെയൊക്കെയുള്ള മാനസികമായിട്ടുള്ള ഫ്രം മാൻ ത്രൂ മാൻ ടു മാൻ
അതായിരുന്നു ദാനിയേൽ 4:30. എന്തുവാ? ബാബിലോൺ. ദാനിയേൽ 4:30 നമ്മളത് വായിക്കുന്നുണ്ട്. അവിടെ നെബൂഖദ്നേസർ ഹൃദയത്തിൽ ചിന്തിച്ചതേ ഉള്ളൂ, ഞാൻ പണിതതാ മഹോദയം ബാബിലോൺ, എന്റെ ധനമഹാത്മ്യത്തിനായിട്ട് എന്റെ ശക്തി കൊണ്ട് പണിതതാ, ഞാൻ പണിതു, എന്നിൽ നിന്ന് എന്റെ ശക്തിയോടെ എന്റെ ധനമഹാത്മ്യത്തിനായിട്ട് എന്റെ പുകഴ്ചക്കായിട്ട് എല്ലാവരും ഇനിയിപ്പോ ഞാൻ എത്ര വലിയവൻ എന്ന് പറയും എന്ന് അവൻ മനസ്സിൽ ചിന്തിച്ചതേ ഉള്ളൂ. അവന്റെ മേലെ ന്യായവിധി വീണ് അവനെ ീനോ മൃഗങ്ങളെ പോലെ ആയിപ്പോയി എന്നുള്ള കാര്യമൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ അത് ബാബിലോണിന്റെ ആത്മാവ്. ചില നമ്മൾ ഈ നന്മ പ്രവർത്തികൾ കാര്യങ്ങളൊക്കെ കേൾക്കുമ്പോൾ ഇതിന് അതർ സൈഡ് ഓഫ് ദ കോയിനും കൂടെ കേട്ടില്ലെങ്കിൽ നമ്മൾ ചിലപ്പോൾ വേറെ ടാൻജന്റിൽ പോയി ഇതിപ്പോ നന്മ ചെയ്യണം, അപ്പൊ അതുകൊണ്ട് അത് ചെയ്യണം ഇത് ചെയ്യണം എന്ന് പറഞ്ഞ് മാർത്തയെ പോലെ എന്തെങ്കിലുമൊക്കെ പോയി ചെയ്യാനല്ലേ. മറിച്ച് മറിയത്തെ പോലെ മനസ്സിലെ കർത്താവിൽ നിന്ന് കേൾക്കുക, കർത്താവെ ഞാൻ അങ്ങേ പൂർണ്ണതയോട് സ്നേഹിക്കുന്നു, എന്റെ അയൽക്കാരനെയും എന്നെ പോലെ തന്നെ സ്നേഹിക്കാൻ അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ തന്നെ നമ്മൾ കൂട്ടസ്ഥലങ്ങളുള്ള ബന്ധത്തിൽ കർത്താവ് പറയുന്നുണ്ട്, ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളെ പരസ്പരം സ്നേഹിക്കുക എന്ന് എവിടെ പറയുന്നു? യോഹന്നാൻ 13:33, 34 വാക്യങ്ങളിലാണ് പറയുന്നത്. ഞാൻ നിങ്ങളെ ഇങ്ങനെ സ്നേഹിച്ച്, ജീവൻ തന്ന് സ്നേഹിച്ചു, പ്രാണൻ തന്ന് സ്നേഹിച്ചു, എന്റെ സ്വജീവനെ വേണ്ടി ഞാൻ നിങ്ങളെ സ്നേഹിച്ചു, അതുപോലെ നിങ്ങളെ പരസ്പരം സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ വേറൊരു എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കുറെ കാര്യങ്ങൾ ചെയ്യാനല്ല, മറിച്ച് ദൈവമുമ്പാകെ നമ്മളെ തന്നെ എൻട്രി ചെയ്ത് കർത്താവെ അവിടുത്തെ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണം. കർത്താവെ അങ്ങേ എനിക്ക് ഹൃദയത്തോടെ സ്നേഹിക്കണം. ഞാൻ എന്താണോ കർത്താവ്, ഞാൻ എങ്ങനെയാണോ എന്റെ മക്കളെ, എന്റെ ഭാര്യ, മക്കളെന്ന് പറയുന്നതിന് മുമ്പ് എന്റെ ഭാര്യയെ, എന്റെ ഭർത്താവിനെ ഞാൻ എങ്ങനെ സ്നേഹിക്കണം, ഭർത്താക്കന്മാര് ഭാര്യയെ എങ്ങനെ സ്നേഹിച്ച് കരുതണം, അത്രമാത്രം അവർക്ക് ബഹുമാനം കൊടുക്കുക. ഭാര്യയെ ബഹുമാനിക്കണോ? അതെവിടെ എഴുതിയിരിക്കുന്നേ? 1 പത്രോസ് 3:7 പറയുന്നത് ഓണർ, ഗ്രാൻഡ് ഓണർ ആസ് ദ എയർ ഓഫ് ലൈഫ്, ജീവന്റെ കൂട്ടാവകാശിയായിട്ട് അവൾക്ക് ബഹുമാനം കൊടുക്കുക. അപ്പൊ ആ ഒരു ഭാര്യയെ കുറിച്ച് നല്ല വാക്ക് അവള് കേൾക്കേ മറ്റുള്ളവരോട് നമ്മൾ എപ്പോഴെങ്കിലും ഭാര്യയോട് നമ്മൾ പേഴ്സണലായിട്ട് അപ്രീസിയേഷൻ 3 ലെവലിൽ ഞാൻ പറയാറുണ്ട്. ഒന്ന് നമ്മുടെ ഹൃദയത്തിൽ അപ്രീഷിയേറ്റ് ചെയ്യാതെ പുറമെ എന്തെങ്കിലും പറഞ്ഞാൽ അത് മോശസ്തുതിയൊക്കെ ആയിപ്പോകും. അതിന്റെ കാര്യമില്ല. ഹൃദയത്തില് നമുക്കൊരു നന്ദി, നമ്മുടെ ഭാര്യയോട്, ഭർത്താവിനോട്, കുഞ്ഞുങ്ങളോട്, അപ്പനമ്മമാരെ കുറിച്ചൊക്കെ നമുക്കൊരു ഹൃദയത്തില് ഒരു നന്ദി, നിങ്ങളുടെ പപ്പയും അമ്മയെ കുറിച്ചൊക്കെ ഒരു നന്ദി ഹൃദയത്തില്. ആദ്യം ദൈവത്തോടെ ഒരു ഹൃദയത്തിലൊരു നന്ദി, പിന്നെ അത് നമ്മൾ അവരോട് പേഴ്സണലായിട്ട് പറയണം, അവസരം കിട്ടുമ്പോഴൊക്കെയും പറയണം. പിന്നെ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് അത് എത്രമാത്രം അവരെ സ്ട്രെങ്തൻ ചെയ്യുന്നുള്ള കാര്യം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ അവരെ മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് അവരെ ഒന്ന് അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അവർക്ക് വെറുതെ തന്നെ നമ്മൾ മുഖസ്തുതി പറയില്ല. കുഞ്ഞുങ്ങളുടെ കാര്യം ആവട്ടെ, നമ്മുടെ ഭാര്യയുടെ കാര്യമോ ഭർത്താവിന്റെ കാര്യം, മറ്റുള്ളവരുടെ മുമ്പ് വെച്ച് നമ്മുടെ ഭാര്യയെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച് കുറ്റം പറയാനേ ഉള്ളൂ. ഞാൻ ഇന്നലെ അമ്മ മയക്കുമരുന്ന് കയ്യുമായിട്ട് വന്ന അമ്മയെ ഞാൻ പറഞ്ഞു, ഇനി മേലാല് മോന്റെ ഒരു കുറ്റം പ്രാർത്ഥന എന്നും പറഞ്ഞോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പറഞ്ഞോ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് മറ്റുള്ളവരോട് ഈ മോന്റെ കുറ്റം പറഞ്ഞു പോയേക്കരുത്. ചിലപ്പോൾ പ്രാർത്ഥന വിഷയം എന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും. ഓഫ്കോഴ്സ് നമ്മൾ അതുപോലെ കോൺഫിഡൻസ് ഉള്ള സഹോദരങ്ങളോട് നമുക്ക് പ്രാർത്ഥനയ്ക്കായിട്ട് തീർച്ചയായിട്ടും അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാം. പക്ഷെ പലപ്പോഴും ഈ നമ്മൾ ആത്മീയരെന്നുള്ള മതഭക്തരായിട്ടുള്ള നമ്മൾ പ്രാർത്ഥന വിഷയം എന്ന് പറഞ്ഞ് ബാക്കിയുള്ളവരുടെ കുറ്റം പറയുന്നു. എന്റെ ഭർത്താവിന്, എന്റെ മോനിങ്ങനെ, എന്റെ ഭാര്യ പറഞ്ഞ ആ ഒരു കുറ്റാരോപണത്തിന് ആത്മാവ്. സ്പിരിറ്റ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. മറ്റേതാണെങ്കിൽ യഥാർത്ഥത്തിൽ നീടുണ്ട്, നമുക്ക് ഇതിനകത്ത് വേണ്ടി പ്രാർത്ഥിക്കണം, ഇങ്ങനെ ഒരു പ്രയാസമുണ്ട്, ബലഹീനതയുണ്ട്. അതുപോലെ കോൺഫിഡൻസ് ഉള്ള ഒരാളോട് നമുക്ക് കാര്യങ്ങൾ അത് രഹസ്യമായിട്ട് അത് കാര്യങ്ങൾ പ്രാർത്ഥന ഓർക്കാൻ പറയുന്ന ഒരു തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ ഒരു കുറ്റാരോപണത്തിനകത്ത് മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് ഇവൻ ഇപ്പോഴും ഇങ്ങനെ അങ്ങനെ ഇതാണ് നമ്മുടെ ആ ഒരു മേലെ ഇനി അങ്ങനെ കുറ്റം പറഞ്ഞേക്കുന്ന പറഞ്ഞ് ഞാൻ വളരെ പേടിപ്പിച്ച് അവരോട് പറഞ്ഞു. അപ്പൊ ഈ സൗകര്യം പേടിപ്പിച്ചൊക്കെ സംസാരിക്കുന്ന അറിയാമെന്ന് നിങ്ങൾ വിചാരിക്കുമായിരിക്കും. അതുപോലെ എനിക്ക് ആ സമയത്ത് ഇങ്ങനെ റൈറ്റ്സ് ഇൻഡിഗ്നേഷൻ വളരെ സീൽ ഫോർ ദ ഹൗസ് കൺസ്യൂം എന്ന് പറഞ്ഞാൽ അപ്പൊ ഞാൻ തന്നെ വരും. പിന്നെ എങ്ങനെ ഞാൻ ഇത്രയും സ്ട്രോങ് ആയിട്ടൊക്കെ പറഞ്ഞു? എന്റെ സ്വാഭാവികമായിട്ടുള്ള ടോട്ടല്ലത്. പക്ഷെ എന്നാൽ ചില കാര്യങ്ങൾ സ്ട്രോങ് ആയിട്ട് പറയേണ്ടത് ഇങ്ങനെ മറ്റുള്ളവർക്ക് കുറ്റം പറയുന്ന ഒരു നമ്മളുടെ ഇവളെപ്പോഴും ഇങ്ങനെ, ഇവനിപ്പോഴും ഇങ്ങനെ, ആ ഒരു മറ്റുള്ളവർക്ക് മുമ്പിൽ വെച്ച് നമ്മുടെ ഭാര്യയെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച് നല്ല വാക്ക് പറയാൻ എപ്പോഴാണ് നമ്മൾ അവസാനം പറഞ്ഞിട്ടുള്ളത്? ഒരു എന്റെ ഭാര്യ ആ ഒരു അഭിമാനത്തോടെ നമ്മൾ നമ്മുടെ ഭാര്യയെ കുറിച്ച്, ഭർത്താവിനെ കുറിച്ച് എപ്പോഴാണ് നമ്മുടെ മക്കളെ കുറിച്ച് എപ്പോഴാണ് നമ്മളൊരു അഭിമാനത്തോടെ ഒരു നല്ല വാക്ക് പറയുന്നത്? അവർക്ക് ആ ബോണ്ട് എത്രമാത്രം സ്ട്രോങ് ആകുമോ? എന്റെ അച്ഛൻ, എന്റെ അമ്മ, എന്റെ പപ്പ, എന്റെ മമ്മി എന്നെ അത്രയധികം വാല്യൂ ചെയ്യുന്നുണ്ട്, വിലമതിക്കുന്നുണ്ടെന്ന് നമ്മുടെ മക്കൾ അറിയണം, നമ്മുടെ അപ്പനമ്മമാരെ അറിയണം. ചിലർ പറയും സ്നേഹം ഹൃദയത്തിലേ പാടുള്ളൂ, അത് പുറത്ത് കാണിക്കരുത് എന്ന് പണ്ട് പഴമക്കാര് പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയും. ഞാൻ അങ്ങനെയുള്ളവരൊക്കെ നല്ല ഡോസ് കൊടുത്ത് ചാടിക്കും. ഞാൻ വിശ്വാസികളാണെങ്കിൽ പറയും ദൈവം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞ് ദൈവം അവിടെ ഹൃദയത്തിൽ ഈ സ്നേഹം കൂടെ ഒളിപ്പിച്ച് വെച്ചായിരുന്നെങ്കിൽ നമുക്ക് കർത്താവിനെ അയക്കുമായിരുന്നു.
ദൈവം സ്നേഹിച്ചു, അതുകൊണ്ട് തന്റെ പുത്രനെ നൽകി എന്ന് നമ്മള് യോഹന്നാൻ 3:14 വായിക്കുന്നത്. അപ്പൊ സ്നേഹം എന്ന് പറയുമ്പോൾ അത് ആ പാനപാത്രം നിറഞ്ഞു കഴിഞ്ഞ് ഒഴിയുന്നില്ലെങ്കിൽ പിന്നെ അത് സ്നേഹമൊന്നും ഇല്ല. സ്നേഹം ഈ കപ്പിന് അടിത്തട്ടിൽ എന്തോ ഈ അടിമട്ട് മാതിരി എന്തോ സ്നേഹം ഉണ്ടായിട്ട് എന്തോ കാര്യം, അത് നിറഞ്ഞു കഴിഞ്ഞ് അത് പുറമെ പ്രകടിപ്പിച്ചില്ലെങ്കിൽ പിന്നെ എന്തോ സ്നേഹമാ. അത് യഥാർത്ഥത്തിൽ സ്നേഹം ഉണ്ടെങ്കിൽ അത് നിറഞ്ഞു കഴിഞ്ഞോട് നിങ്ങളുടെ വാക്കിനും പ്രവൃത്തിയിലും ആ സ്നേഹം പ്രകടമാകും. അത് നിങ്ങളുടെ മക്കൾക്ക് മനസ്സിലാവും, എന്റെ അപ്പനെ എന്നെ എത്രയും സ്നേഹിക്കുന്നു, എന്റെ മമ്മി എന്നെ എത്രയും സ്നേഹിക്കുന്നു. അപ്പൊ അത് നിങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ വേണ്ടുന്ന കാര്യങ്ങൾ നമ്മൾ പ്രിപ്പയർ ചെയ്ത് കുക്ക് ചെയ്ത് കൊടുക്കുന്നു. അവന് ഇഷ്ടമുള്ള ഒരു കാര്യം, അവർക്ക് ഇഷ്ടമുള്ള ഒരു കാര്യം, നമുക്ക് ചില കാര്യങ്ങളൊക്കെ, അപ്പൊ അങ്ങനെയുള്ള ഒരു സ്നേഹം പ്രവൃത്തിയിൽ പ്രകടമാകും. അപ്പൊ ആ ഒരു ഓവർഫ്ലോയിങ് ലവ് നമ്മളുടെ അയൽക്കാരിലെ നമ്മളെ പോലെ തന്നെ സ്നേഹിക്കാൻ, നമ്മുടെ കൂട്ടുസൗകര്യങ്ങളെ കർത്താവ് നമ്മളെ സ്നേഹിച്ചതുപോലെ ഒരു കുടുംബമായിട്ട്, നമ്മളൊരു ശരീരമായിട്ട് ഇവിടെ സഭയായിട്ട് പണിയപ്പെടേണ്ടതായിട്ടുണ്ട്. ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കും, ഞാൻ പറഞ്ഞുകൊണ്ടിരുന്ന ഇനിയും 2-3 മണിക്കൂറൊക്കെ പറഞ്ഞു പോകും. അപ്പൊ അതുകൊണ്ട് കർത്താവ് നമ്മളെ കാണിച്ചു തരട്ടെ. കർത്താവ് ആ ഒരു അഴുക്കുപുരണ്ട തുണിയായി പോകാതെ, എന്നുവെച്ചാൽ നമ്മുടെ സ്വയത്തിന്റെ കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് ഈ അഴുക്കുപുരണ്ട തുണിയായി പോകുന്നത് നമ്മുടെ നല്ല പ്രവൃത്തികൾ. അഴുക്കുപുരണ്ട തുണിയാന്ന് എവിടെ പറയുന്നേ? യെശയ്യാവ് 64:6 വാക്യത്തില് നമ്മുടെ സ്വയനീതിയുടെ പ്രവൃത്തികളൊക്കെ അഴുക്കുപുരണ്ട തുണിയാണ്. അത് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പായാലും രക്ഷിക്കപ്പെടുന്നതിന് ശേഷവും നമ്മളുടെ സ്വയത്തിൽ നിന്ന് വരുന്ന നമ്മുടെ സ്വയശക്തികൾ, നമ്മുടെ മഹത്വത്തിനായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ അഴുക്കുപുരണ്ട തുണിയാണ്, ചത്ത പ്രവൃത്തികൾ, ഡെഡ് വർക്ക്സ്. പക്ഷെ അങ്ങനെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യേണ്ട, കുറച്ച് കർത്താവിൽ നിന്ന് കർത്താവിലൂടെ കർത്താവിലേക്ക്. റോമർ 11 ഞാൻ ഇരുന്ന് എടുക്കാത്തതിന്റെ കാര്യം നമ്മൾ എപ്പോഴും പറയുന്ന വാക്യങ്ങളാണ്. റോമർ 11:36 വാക്യം. ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പ്രേരണയിൽ കർത്താവ് തരുന്ന ശക്തിയിൽ കർത്താവ് നാം മുഹൂർത്തത്തിനായിട്ട് നമുക്ക് എന്തെങ്കിലും നന്മ ചെയ്യാനായിട്ട് ഉണ്ടെങ്കിൽ, നന്മ ചെയ്യാൻ അറിഞ്ഞിട്ടും അത് ചെയ്യാതിരുന്ന അത് പാപമെന്ന് നമ്മൾ കുറച്ച് വാക്യം വായിച്ചു. യാക്കോബ് 4 അവസാനത്തെ വാക്യം. ദൈവം നമുക്കൊരു നന്മ ചെയ്യാനായിട്ട് നമുക്കൊരു പ്രേരണ തരുന്നു. അത് കഴിഞ്ഞിട്ട് നമ്മളത് ചെയ്യാതിരിക്കുവാണെങ്കിൽ അത് പാപമാണ്. നമുക്ക് ദൈവം നമുക്ക് ചോദിക്കാം, മറിയത്തെ പോലെ അതായത് അവിടുന്ന് അരുളി ചെയ്യണം, അവിടുന്ന് എന്താ ഇതിനെ കുറിച്ച് ആഗ്രഹിക്കുന്നത്, എവിടെ എനിക്ക് ആർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കട്ടെ. ഇന്റർസീഡിങ് ലവ്, എൻകറേജിങ് ലവ്, ഡൂയിങ് ലവ് എന്ന് പറഞ്ഞാല് ലവ് ദാറ്റ് ഇസ് മാനിഫെസ്റ്റഡ് ഇൻ വർക്ക്സ്, മറ്റുള്ളവരിൽ അത് പ്രവൃത്തിയിൽ. നമ്മള് ഞാൻ ആ സ്നേഹത്തിന് 3 തലം പറയും. ഒന്ന്, നമ്മള് ഹൃദയത്തില് സ്നേഹമുള്ളപ്പോൾ നമ്മൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ അത് നിറഞ്ഞാവുന്ന വാക്കുകളിൽ നമ്മൾ അവരെ ശ്രദ്ധിക്കാനും അവരോട് നല്ല വാക്കുകൾ പറയാനും നമുക്കൊരു സ്നേഹം കാണും. പിന്നെ മറ്റുള്ള അവർക്ക് എന്തെങ്കിലും പ്രാക്ടിക്കലായിട്ട് നമുക്ക് എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന സ്നേഹമാണെങ്കിൽ ഒരു എക്സ്ട്രാ മൈൽ പോകാൻ, നമ്മുടെ സൗകര്യങ്ങൾക്കായിട്ട് ഒരു എക്സ്ട്രാ മൈൽ, 1 മൈൽ ദൂരം എന്ന് പറഞ്ഞാൽ 2 മൈൽ പോകുക എന്നൊക്കെ കർത്താവ് നമ്മുടെ ഗിരിപ്രഭാഷണത്തിൽ പറയുന്നതിന്റെ ഒരു ആത്മാവ് അറിഞ്ഞ് നമുക്ക് ചില കാര്യങ്ങൾ കുറച്ച് ഒരു എക്സ്ട്രാ മൈൽ അവർക്ക് വേണ്ടി പോകാൻ, അങ്ങനെയൊക്കെയുള്ള ഒരു സ്നേഹം. ആ ഒരു അങ്ങനെയുള്ള ഒരു സ്നേഹത്താൽ, ആ ഒരു അകപ്പേ സ്നേഹത്താൽ 1 Corinthians 13 വായിക്കാൻ സമയം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളാണ്. അവിടെ ദീർഘമായി ക്ഷമിക്കുന്നു, ദേഷ്യപ്പെടുന്നില്ല, അനൗചിത്യമായിട്ട് പെരുമാറുന്നില്ല, സ്നേഹം ഒരിക്കലും ഉതിർന്നു പോകുന്നില്ല എന്നുള്ള കാര്യമൊക്കെ നമ്മൾ അവിടെ കാണുന്നുണ്ട്. ആ ഒരു സ്നേഹം കർത്താവെ, ആ ഒരു ഞാൻ അതും കൂടെ അങ്ങ് വായിച്ചങ്ങ് കൺക്ലൂഡ് ചെയ്യാം. 1 Corinthians 13:4 മുതൽ 8 വരെയുള്ള വാക്യങ്ങളും അവിടെ എങ്ങനെയുള്ള സ്നേഹമാണ്. നമുക്ക് വലിയ വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്, വലിയ വരങ്ങളുണ്ട്, വലിയ മരങ്ങളെയൊക്കെ മറിച്ച് ഇടാൻ പറ്റുന്ന വിശ്വാസമൊക്കെ ഉണ്ടായിട്ടും ഈ അകത്തെ സ്നേഹം ഇല്ലെങ്കിൽ ഒരു കാര്യവുമില്ല. 1 Corinthians 13:4 വാക്യം, സ്നേഹം ആദ്യം തന്നെ പറഞ്ഞു ദീർഘമായി ക്ഷമിക്കുന്നു, ഈസ് പേഷ്യന്റ്, ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും. നമ്മളിത് പറയുമ്പോൾ നമ്മളുടെ ഭാര്യാഭർത്തൃ ബന്ധം, കുഞ്ഞുങ്ങളോടുള്ള ബന്ധം, അപ്പനമ്മമാരോടുള്ള ബന്ധം, കൂട്ടു സഹോദരങ്ങളോടുള്ള ബന്ധം എല്ലാം നമ്മൾ ആലോചിക്കണം. സ്നേഹം ദീർഘമായി ക്ഷമിക്കുകയും ദയ കാണിക്കുകയും ചെയ്യുന്നു. സ്നേഹം സ്പർദ്ധിക്കുന്നില്ല, സ്നേഹം നിഗളിക്കുന്നില്ല, ചീർക്കുന്നില്ല, അയോഗ്യമായി നടക്കുന്നില്ല, സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, ദ്വേഷപ്പെടുന്നില്ല, ദോഷം കണക്കിടുന്നില്ല. ദ്വേഷപ്പെടുന്നില്ല എന്നുള്ളത് നോട്ട് പ്രൊവോക്ഡ്, അതായത് പ്രകോപിക്കപ്പെടുന്നില്ല എന്ന ഇംഗ്ലീഷിൽ ദ്വേഷ്യപ്പെടുന്നില്ല. ദോഷം കണക്കിടുന്നില്ല, അവൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു പറഞ്ഞുകൊണ്ടിരിക്കത്തില്ല, ക്ഷമിക്കും. പിന്നെന്താ, അനീതിയിൽ സന്തോഷിക്കാതെ സത്യത്തിൽ സന്തോഷിക്കുന്നു, എല്ലാം പൊറുക്കുന്നു, എല്ലാം വിശ്വസിക്കുന്നു, എല്ലാം പ്രത്യാശിക്കുന്നു, എല്ലാം സഹിക്കുന്നു. സ്നേഹം ഒരു നാളും ഉതിർന്നു പോവുകയില്ല. ബാക്കി എല്ലാം ഭാഷാപരവും ബാക്കി പ്രവചനപരവും ഒക്കെ നിന്നു പോവുമെങ്കിലും സ്നേഹം ഒരു നാളും നിന്നു പോവുകയില്ല എന്നുള്ളൊരു കാര്യം നമ്മളോട് വായിക്കുന്നു. ആ ഒരു കർത്താവ് നമ്മളെ സ്നേഹിച്ച് ആ സ്നേഹത്തെ കണ്ട് അതുപോലെ മറ്റുള്ളവരെ കർത്താവ് അങ്ങ് സ്നേഹിച്ചതുപോലെ മറ്റുള്ളവരെ സ്നേഹിപ്പാനായിട്ട്, നമ്മുടെ വീട്ടിലുള്ളവരെ, നമ്മുടെ കൂട്ടു സൗകര്യങ്ങളൊക്കെ അതുപോലെ സ്നേഹിപ്പാനും അവർക്ക് വേണ്ടി കരുതുവാനും ശുശ്രൂഷിക്കുവാനും ഒക്കെ ഉള്ളൊരു ഹൃദയം ദൈവം നമുക്ക് തരട്ടെ. കർത്താവ് നമ്മൾ ഓരോരുത്തരെ സഹായിക്കട്ടെ. നമുക്ക് മറ്റുള്ളവരെ സ്നേഹിപ്പാനുള്ള ഒരു തടസ്സം എന്താണെന്ന് ചോദിച്ചാൽ നമ്മളെപ്പോഴും പറയുന്ന പോലെ നമ്മുടെ ജഡമാണ്, നമ്മുടെ സ്വയസ്നേഹം, നമ്മുടെ സ്വയജീവൻ. അതാണ് ഒരു കപ്പിനകത്ത് ഒരു അടപ്പ്, ലിഡ് അടച്ചിരുന്ന അതിനകത്തോട്ട് വെള്ളമൊഴിച്ച് അതിൻ്റെ ഉള്ളിലോട്ടൊന്നും പോകത്തില്ല. എന്നാൽ ലിഡാണ് ആ തിരശീല, സ്വയജീവന്റെ തിരശീല. അത് ചീന്തപ്പെടുന്നതിനനുസരിച്ചാണ് നമ്മുടെ ഹൃദയത്തിന്റെ സ്നേഹം നിറഞ്ഞ കർത്താവിനോടും
അത് നിറഞ്ഞു കവിഞ്ഞ് മറ്റുള്ളവരിലേക്ക് ഒഴുകുന്നത്. കർത്താവെ, ഞാനങ്ങ് ഇല്ലാതാകട്ടെ. കർത്താവെ, ഞാൻ ക്രൂശിക്കപ്പെടട്ടെ. യേശു എന്നിൽ ജീവിക്കട്ടെ. കർത്താവെ, യേശു എന്നിൽ ജീവിച്ച് അങ്ങ് കർത്താവെ ജീവനെ അർപ്പിച്ച് പ്രാണനെ അർപ്പിച്ച് മറ്റുള്ളവരെ സ്നേഹിച്ചതുപോലെ അതുപോലെ സ്നേഹിപ്പാനും ശുശ്രൂഷിപ്പാനും കരുതുവാനും വിലമതിക്കുവാനും അഭിനന്ദിക്കുവാനും ഒക്കെ നമുക്ക് കർത്താവിലേക്ക് തന്നെ നോക്കി കർത്താവെ അവിടുന്ന് സ്നേഹിച്ചതുപോലെ സ്നേഹിപ്പാൻ പഠിപ്പിക്കണമെന്നുള്ള ആ ഒരു ദാഹത്തോടെ അതിന്റെ ആദ്യത്തെ 5 സ്റ്റാൻസയും പിന്നെ 12ാമത്തെ സ്റ്റാൻസയും നമുക്ക് ഒരു പ്രാർത്ഥനയായിട്ട് നമുക്ക് പാടാം. എന്റെ കണ്ണുകൾ എത്ര സൗന്ദര്യം, ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. ശിഷ്യനാകുന്ന എന്നെയും നിന്നെ പോലെയാക്കണം മുഴുവൻ. സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? സ്നേഹമാം നിന്നെ കണ്ടവൻ പിന്നെ സ്നേഹിക്കാതെ ജീവിക്കുമോ? ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. ദഹിപ്പിക്കണം എന്നെ ശേഷം സ്നേഹം നൽകണം എൻ പ്രഭു. ദീനക്കാരെയും ഹീനന്മാരെയും ആശ്വസിപ്പിപ്പാൻ വന്നു നീ. ആനക്കാരെയും ഹീനന്മാരെയും ആശ്വസിപ്പിപ്പാൻ വന്നു നീ. ആനന്ദത്തോടെ ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുകേ. ആനന്ദത്തോടെ ഞാൻ നിന്നെ പോലെ കാരുണ്യം ചെയ്യുവാൻ നൽകുകേ. ദാസനെ പോലെ സേവനം ചെയ്ത ദൈവത്തിൻ ഏകജാതനെ. ദാസനെ പോലെ സേവനം ചെയ്ത ദൈവത്തിൻ ഏകജാതനെ. വാസം ചെയ്യണം ഈ നിന്നീനയും എന്റെ ഉള്ളിലും നാഥനേ. വാസം ചെയ്യണം ഈ നിന്നീനയും എന്റെ ഉള്ളിലും നാഥനേ. പാപികളുടെ വിപരീതത്തെ എല്ലാം സഹിച്ച കുഞ്ഞാടേ. കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തിയെനിക്കും നൽകുകേ. കോപിപ്പാനല്ല ക്ഷമിപ്പാനുള്ള ശക്തിയെനിക്കും നൽകുകേ. മനുഷ്യരിലും ദൂതന്മാരിലും അതിസുന്ദരനായോനീ. അനുദീനം ദിവ്യ സൗന്ദര്യം എന്നാമോദമാകണമേ. അനുദീനം ദിവ്യ സൗന്ദര്യം എന്നാമോദമാകണമേ. അതെ കർത്താവേ, അവിടുത്തെ ആ ദിവ്യ സൗന്ദര്യം ദിവ്യ സ്വഭാവം അതെന്നും എന്നെ അമൂല്യം തീരട്ടെ. അവിടുത്തെ ആദ്യ സൗന്ദര്യത്തെ കണ്ട് അങ്ങേപോലെ ആയി തീരുവാനായിട്ട് കർത്താവേ ഞങ്ങൾ വാഞ്ചിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും
അതെ കർത്താവെ, യേശുവെ പോലെ ആകുവാനായിട്ട്. അതെ കർത്താവെ, യേശുവിനെ പോലെ സ്നേഹിപ്പാൻ. To love as Jesus loved, to pour out even the last drop of blood of self-life. ആ സ്വയജീവന്റെ പ്രാണന്റെ അവസാനത്തോടെ രക്തവും ചുരുങ്ങി സ്നേഹിച്ച ആ സ്നേഹം, അങ്ങ് സ്നേഹിച്ചതുപോലെ കർത്താവെ പരസ്പരം സ്നേഹിപ്പാൻ, മറ്റുള്ളവരെ ഓരോരുത്തരെയും സ്നേഹിപ്പാൻ, വിലമതിപ്പാൻ, അഭിനന്ദിക്കുവാന്, വിലമതിക്കുവാന്, നല്ല വാക്കുകൾ പറയുവാന്, അവർക്കൂടെ പ്രാർത്ഥിക്കുവാന്, ഒരു ഉത്സാഹിപ്പിക്കുവാന്, പ്രവർത്തികളിൽ വെളിപ്പെടുവാന്, ഇൻഡസ്ട്രിയിലിംഗ് ലവ് ആൻഡ് എൻകറേജിംഗ് ലവ് ആൻഡ് ഡൂയിങ് ലവ്, മറ്റുള്ളവർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന സ്നേഹം, മറ്റുള്ളവരെ ഉത്സാഹിപ്പിക്കുന്ന ഒരു സ്നേഹം, മറ്റുള്ളവർക്കായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സ്നേഹം. അതെ കർത്താവെ, വാക്കുകളിലല്ല പ്രവൃത്തികളിൽ അത് വെളിപ്പെടട്ടെ. ദൈവരാജ്യ വാക്കുകളിലല്ല ശക്തിയിലത്രേ എന്നൊന്ന് കൊണ്ട് 2020 ഞങ്ങൾ വായിക്കുന്നത് പോലെ കർത്താവെ, അവിടുത്തെ ആ ദൈവാത്മാവിന്റെ ശക്തി ഭക്തിയുടെ ഒരു വേഷമല്ല കർത്താവെ ഞങ്ങൾക്ക് വേണ്ടത്. അതിന്റെ ശക്തിയാൽ ഞങ്ങൾ നിറച്ചാട്ടെ. വാസ്തവമായിട്ടും കർത്താവെ, അങ്ങേ പൂർണ്ണതയോട് സ്നേഹിപ്പാൻ, അങ്ങനെയാണ് നിറഞ്ഞു കവിഞ്ഞ് കർത്താവെ ഞങ്ങളുടെ സമസൃഷ്ടങ്ങളെ, ഞങ്ങളുടെ കുടുംബത്തിലുള്ളവരെ തന്നെ, ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും, ഞങ്ങളുടെ കുടുംബസഹോദരങ്ങളെ, ഞങ്ങളുടെ പാതയിലേക്ക് അവിടുന്ന് കൊണ്ടുവരുന്നവരെല്ലാം കർത്താവെ ഈ സ്നേഹത്താൽ കർത്താവെ ഇമേഴ്സ് ചെയ്യുവാൻ, നിമജ്ജനം ചെയ്യുവാൻ തക്കവണ്ണം കർത്താവെ അവിടുത്തെ സ്നേഹത്താൽ ഞങ്ങളെ സ്നാനം ചെയ്യുകയും ഞങ്ങളെ പ്രാർത്ഥിക്കുന്നു. സ്നേഹമാകുന്ന അങ്ങയെ കണ്ടവരെ സ്നേഹിക്കാതെ ജീവിക്കുകയില്ലല്ലോ. അതെ കർത്താവ്, കാർക്കശ്യം ഉണ്ടെങ്കിലും കർത്താവെ ആ ഒരു സ്നേഹം, ദൈവികമായ സ്നേഹം പൂർണ്ണതയോടെ അങ്ങയെ സ്നേഹിപ്പാനും പരസ്പരം സ്നേഹിപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. അങ്ങനെ ഒരു കുടുംബമായിട്ട്, ഒരു ശരീരമായിട്ട് ഞങ്ങൾ ഇവിടെ പണിയപ്പെടട്ടെ കർത്താവെ. ഏറ്റവും മാതൃകയുള്ള ജീവിതങ്ങളാകുവാൻ, കുടുംബങ്ങളാകുവാൻ ഞങ്ങളെ സഹായിച്ച നിങ്ങളുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം അതുപോലെ നിറവേറ്റുവാനും എല്ലാം ഞങ്ങളെ സഹായിക്കണം. ഞങ്ങളുടെ കുറവുകളെ അവിടുന്ന് ചൂണ്ടിക്കാണിച്ച് തരണം പ്രാർത്ഥിക്കാം. അതെ കർത്താവെ, ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ സ്നേഹത്തെ ഞങ്ങൾ മനസ്സിലായിട്ട് തന്നെ എല്ലാ യേശുവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ